അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തത് നമ്മളെ മലന്റെ കത്തിയിൽ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്ന യുവജന സംഘം അല്ലാഹു എല്ലാ നന്മയും ഉന്നത വിജയത്തിൽ എത്തിക്കുമാറാവട്ടെ. മാത്രമല്ല വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിലുള്ള പുരോഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ഒരു സന്തോഷ വാർത്ത, അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാവർക്കും ചായ ഉണ്ട്. ഇന്ന് എല്ലാവർക്കും ചായ ഉണ്ട്. കടിയുണ്ട്. അൽഹംദുലില്ലാഹ് ചായയും കടിയുണ്ട് യുവജന സംഘത്തിന്റെ അപ്പൊ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിവെച്ചത് അവിടുന്ന് പരിപാടി ആരംഭിക്കുകയാണ്. പ്രത്യേകമായി ഒരു ചെറിയൊരു അപേക്ഷ, നമ്മുടെ റോഡിന്റെ ഭാഗത്ത് ഒരുപാട് യുവാക്കൾ ശ്രദ്ധിക്കുക. അവിടെ ഉള്ള ഒരു കുട്ടികൾ അവിടെ ഉണ്ട്, അതിന് ഓടി കളിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആരും ഉണ്ടോ അവിടെ? അനീഫ, നമ്മുടെ അനീഫ അവിടെ എന്തുകൊണ്ടാണ് 2-3 ആൾക്കാരുടെ പേരെ അറിയുള്ളൂ, അതുകൊണ്ട് അനീഫാനെ വിളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ റോഡിന്റെ ഭാഗത്തുണ്ടോ? അവിടെ ഒരു പരാതി എത്തി. ചെറിയ കുട്ടികൾ റോഡിന്റെ ഭാഗത്തുണ്ട്. ചെറിയ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, ഓടിച്ചാകുന്നുണ്ട്. കാരണം വണ്ടി നല്ല സ്കൂളിൽ വണ്ടികൾ വരും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരാം. അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം, ചായയും കൊടുക്കാം, എല്ലാവരോടും ഇങ്ങോട്ട് വരാം. അവിടെ കൂടുതൽ കുട്ടികളൊന്നും നിൽക്കരുത്. ഞങ്ങൾ വിഷയത്തിലേക്ക് വരുന്ന ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് സമാപന ഭാഗം, 3-ാം ഭാഗം ഇൻഷാ അല്ലാഹ് മറിയം ബീവിന്റെ ചരിത്രം. ഇന്ന് മറ്റൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. നമ്മുടെ ഈ വിശുദ്ധമായ വേദിയിലേക്ക് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അൽഹംദുലില്ലാഹ് സ്വർണത്തിന്റെ ആഭരണം നൽകി. നമ്മുടെ ചെറിയ കുട്ടികളുടെ കാതിൽ ഇടുന്ന സാധനം, അതായത് വീരതാണ് ഈ സാധനം. ഇനി ചങ്കീരിയോ അതുകൂടെ കൂട്ടിയാൽ ഇട്ടാൽ മതി, നല്ല രസമുണ്ടാവും. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. സുഖലോക സ്വർഗ്ഗത്തിലുള്ള ഇടമെന്ന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫാത്തിമത്ത് സുഹറബത്തുകളോടുകൂടി സുഖലോക സ്വർഗ്ഗം പോകുന്ന വനിതകളിൽ അൽഹംദുലില്ലാഹ് ഇത് ഉപയോഗിക്കുന്നവർ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമാപന സമയത്ത് നമുക്കൊരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു ദുആ ഉണ്ട്. ആ ദുആയോട് കൂടെ നമ്മളൊന്ന് പിരിയുള്ളൂ.
ഇതിലൊക്കെ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങളെ വിഷയത്തിലേക്ക് വരിക. അത് നല്ലതാണ്. ഇന്നലെ നമ്മള് ചരിത്രം നിർത്തി വെച്ചത് മഹദിയായിരിക്കുന്ന ഹന്നത്ത് ബീവിക്ക് മറിയം എന്ന പെൺകുഞ്ഞ് ജനിക്കുകയും ആ പെൺകുഞ്ഞിനെ പരിശുദ്ധമായിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിലേക്ക് വഴിപാടാക്കിയതുപോലെ തന്നെ ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. മഹാനായ സക്കറിയ നബി അലൈഹി സ്വലാം ആ കുഞ്ഞിന്റെ ചുമതല ഏറ്റെടുക്കുകയും ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു എല്ലാവിധ അറിവുകളെ പഠനങ്ങളൊക്കെ ആ കുട്ടിക്ക് നൽകി. അങ്ങനെ മഹാനായിരിക്കുന്ന സക്കറിയ നബി പരിശുദ്ധമായിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് പള്ളിന്റെ ചാരത്ത് ഏതാനും സ്റ്റെപ്പുകൾ കയറി എത്തുന്ന ഒരു ഹൽവ, ഒരു മെഹ്റാബ് ആ കുട്ടിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ തയ്യാർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞ് അതിനിങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ കഴിഞ്ഞ കുട്ടിക്ക് 13 വയസ്സ് പ്രായപൂർത്തിയായി. വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള കൊടിക്കടവിലേക്ക് കുളിക്കുവാൻ വേണ്ടി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ പരീക്ഷ ലോക ജനതയ്ക്ക് ദൃഷ്ടാന്തമായി നടത്താൻ പോയ അതിന്റെ കാരണമെന്ന തുടക്കമെന്നോണം കിഴക്ക് ഭാഗത്തുള്ള കൊടിക്കടവിലേക്ക് കുളിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലാക്കയായ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെടുകയും മറിയമ്മിന്റെ നെഞ്ചിലേക്ക് ഒരു ഊത്തി മുതലേറി. അതോടുകൂടെ മറിയമ്മയെ ഗർഭവതിയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭർത്താവല്ല, വിവാഹിതയല്ല, അവിവാഹിതയാണ്. ഇവിടെ അവിവാഹിതയായ ഭർത്താവില്ലാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. മറിയം ബീവി ഭയപ്പെടുകയാണ്. ആ ഗർഭത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മറിയം ബീവി അങ്ങനെ ജീവിച്ചു. ഏകദേശം 9 മാസത്തോളം അടുക്കാറായി. മറിയം ബീവിക്ക് വല്ലാത്ത വിഷമമായി. മറിയം ബീവിക്ക് തോന്നി ഇത് ആരോടെങ്കിലും പറയും. ആരോട് പറയാനാ? അങ്ങനെ മറിയം ബീവി തന്റെ പിതൃവിന്റെ പുത്രനായ അറിയപ്പെട്ട സഹോദരൻ ആ സഹോദരനോട് പറയാൻ തീരുമാനിക്കുകയും ആ സഹോദരന്റെ റൂമിലേക്ക് മഹദിയായിരിക്കുന്ന മറിയം ബീവി ചെല്ലുകയും ചെയ്യുകയില്ല. മറിയം ബീവി അറച്ചുകൊണ്ട് വളരെ മടിച്ചുകൊണ്ട് അതാ യൂസുഫ് നജ്ജാറിനോട് കാര്യം ഉണർത്തുന്നു. ആ രംഗമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പാടി അവതരിപ്പിക്കേണ്ടത്. അവർക്ക് തന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബീതി പേരുത്ത മറിയം ബീവി പുത്രനി ലത്തിദലാ പുത്രനി ലത്തിദലാ പറയാം ബാബുർക്കുള്ള നാമം യൂസുഫിന്റെ ജാറന്നൂരിത്തിദലാ ജാറന്നൂരിത്തിദലാ മറിയം ബീവി പുത്രനിലെത്തിയിടലായി പറയാം അവർക്കുള്ള നാമം യൂസുഫിന്റെ ജാറന്നൂരിത്തിടലായി ജാറന്നൂരിത്തിടലായി സഹായങ്ങളെ എപ്പോഴും നൽകുന്ന യൂസുഫ് നജ്ജാറേ യൂസുഫ് നജ്ജാറേ എന്നിൽ ആണെന്നുള്ള പൻപാല ചൊല്ലിയിടം സംഗീതം കേളോവീരേ സംഗീതം കേളോവീരേ സഹായങ്ങൾ എപ്പോഴും നൽകുന്ന യൂസുഫ് നജ്ജാറേ യൂസുഫ് നജ്ജാറേ സംഗീതം കേളുവിരേ സംഗീതം കേളുവിരേ സംഗീതം എല്ലാം തുറന്നവരെത്തി യൂസുഫ് നജ്ജാറിൽ കാര്യം ദൂരെത്തി സംഗീതമാകെ സംഗീതം എല്ലാം തുറന്നവരെത്തി യൂസുഫ് നജ്ജാറിൽ കാര്യം ദൂരത്ത് സംഗതി കേട്ടാവരാകെ തരിത്ത് കാട്ട് പിരിഞ്ഞിരാടാൻ പാതിവേപ്പോൾ എത്തിയ നേരമില്ലായി പുളിയും കാടിനെ പിരെ കേളി ബാസും ധരിക്കും സമയത്തിലായി ഒരു തന്റെ
അന്നേരം ഹല്ലും ധരിച്ച് ഞാനേറ്റം പറയാം അവർക്കുള്ളേ നാമം യൂസുഫിന് ദിവസങ്ങളോളം തന്നെ കുഞ്ഞുമങ്ങളെ കാണാനില്ലായിരുന്നു. അതേക്കുറിച്ചെല്ലാം ചോദിച്ചത് അവസാനം പ്രിയപ്പെട്ടവരെ യൂസുഫിനെയാണ് ചോദിച്ചത്. പരങ്ങി നിനക്ക് എന്താണോട് പറയാനുള്ളത്? അറച്ചുകൊണ്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊണ്ടാണെങ്കിലും ആ കഥ പറഞ്ഞു പറയാം. യൂസുഫേ, ഞാനൊരു കാര്യം പറയാം, ഞാൻ ഗർഭിണിയാണ്, ഇതോടുകൂടെ മുറിയോ സ്വാഭാവികമാണല്ലോ, സംതൃപ്തം അങ്ങനെയാണല്ലോ. ഇതോടുകൂടെ ആ അടിയോട് കിട്ടോടുകൂടെ മറിയം ബീവി പ്രിയപ്പെട്ടവരെ എല്ലാ വിഷമങ്ങളും മാറി, എല്ലാ ദുഃഖങ്ങളും മാറി, അവളൊരു പെൺപുലിയായി മാറി. തുറച്ചുകൊണ്ട് യൂസുഫിനെ സാധു മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പറഞ്ഞ അടിക്കട കൊല്ലട, എന്നെ കൊല്ല്, എന്നെ കൊല്ല്, എന്നെ കൊല്ലെന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫിന്റെ സാധു നേരത്തെ കൊണ്ട് തിരിയുകയാണ് മറിയ. എന്തോ പന്തികേട് മനസ്സിലാക്കിയ യൂസുഫിന്റെ ജാറ് പകച്ചുകൊണ്ട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? ആരാതിന്റെ ഉത്തരവാദി? അവനെ പെട്ടെന്ന് യൂസുഫിന്റെ പ്രിയപ്പെട്ടവരെ പ്രതിരോധിക്കുവാൻ വേണ്ടിക്കൊണ്ട് വാളും കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് മറിയം ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, യൂസുഫേ, നീ വിചാരിച്ചതുപോലെയല്ല, നിന്റെ പെങ്ങളെ പ്രയത്നിച്ചില്ല. ഞാൻ ഒരു ദിവസം വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള കുടിക്കുള്ളിലേക്ക് കുടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നു, എന്റെ കുടിയെല്ലാം കഴിഞ്ഞു, അലക്കലും കുടിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരുവാൻ സാധിക്കവേ പെട്ടെന്നാണ് ഒരു മനുഷ്യനോടിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഉത്തമനാണെങ്കിൽ മാറി പോയെന്ന് പറഞ്ഞു. പക്ഷേ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൽ അടിക്കുന്ന ഒരു ഭൂതനാണ് എന്നാണ്. അത് ജിബരീലായിരുന്നു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുകയാണ്, എന്നെ പറഞ്ഞു വിട്ടത് നിങ്ങൾക്കൊരു മകനെ തരാന്, കുട്ടിയെ തരാന്, ഒരു സന്താനത്തെ തരാന്. ഞാൻ വളരെ പേടിയോടുകൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവും? ഞാൻ വിവാഹിതയല്ല, എനിക്ക് ഭർത്താവില്ല, ഞാനൊരു ദുർനടപ്പ് കഴിഞ്ഞില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. അദ്ദേഹം അള്ളാഹുവിന്റെ കഴിവ് അപാരമാണെന്ന് പറഞ്ഞ് അത് റബ്ബിന്റെ കഴിവുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് നെഞ്ചിലേക്ക് ഓതിയ കഥ വരെ അങ്ങോട്ട് പറഞ്ഞു. മനസ്സിലായി ഇതിലെന്തോ സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ആരോട് പറയാനാ, ആര് വിശ്വസിക്കുവാനാ? എന്തായിരുന്നാലും സംഗീതം എല്ലാം കാര്യം കേട്ട് സംഗീതം എല്ലാം തുറന്നവരെത്തി യൂസുഫും നെഞ്ചാറിൽ കാര്യം ഓരത്തി സംഗതി കേട്ടാവരാകെ തരിക്ക് നീരാടാൻ പാതിവ് നേരത്തിനായും കഴിഞ്ഞ് തീരകലി വാസം ധരിക്കും സമയത്തിനായി അടുത്തൊരു തന്റെ നെഞ്ചി പതിച്ചിടനായി അന്നേരം ഹല്ലും ധരിച്ച് ഞാനേറ്റ് മുഷിപ്പിലടുത്തിടനായി. കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ അത് മനസ്സിലായി യൂസുഫിന് ലജ്ജാണ്. പക്ഷേ ഇത് മറ്റുള്ളവർ വിശ്വസിച്ചോ? റഹ്മാനായ റബ്ബിന്റെ വിധിയാണ്, കൽപ്പനയാണ്, കുദറത്താണെന്ന് സംഭവിച്ചു. പക്ഷേ ജനങ്ങളോട് എന്ത് പറയാ? അങ്ങനെ രണ്ടുപേരും പ്രിയപ്പെട്ടത് കൂടി ആലോചിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? നീ പലരിക്കും വിശ്വാസമായിടി, ഞാൻ നിന്നെ തല്ലി. പക്ഷെ ആ സന്ദർഭത്തിൽ പക്ഷെ നീ എന്നെ വിശ്വസിക്കാതിരുന്നപ്പോ എനിക്ക് വളരെ ദുഃഖം തോന്നി, ഞാൻ നിന്നെ വിശ്വസിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാ? രണ്ടുപേരും കൂടി ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സത്യം ചെയ്യുമ്പോൾ രണ്ടും എന്ത് സംഗതി കൊല്ലും ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പോണം ഈ വീടും പെണ്ണെ നീ നാട്ടും പിറകെ മാടങ്ങിയിടം എല്ലാം പോയി
മുൻപിന്ത് ചെയ്യുന്നോർ രണ്ടും വിണ്ട് സംഗതി കൊല്ലും ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഓണമേ വീടുന്ന് പെണ്ണെ നീ നാടും വിട്ട് പിറകെ മാടങ്ങിട എല്ലാമോ തുന്നിയിട്ട് ഒന്ന് പറയടാ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് യൂസുഫ് നജ്ജാർ പറഞ്ഞു, നാട് വിടണം. നാട് വിടുകയോ? വീട്ടിൽ നിന്ന് ഹൽവ വരെ പള്ളി വരെ, പള്ളിയിൽ അങ്ങോട്ട് വീട് കുടിക്കണത്, ഇതല്ലാണ്ട് പുറലോടൊന്നും ഈ ചെറിയ പ്രായത്തിൽ തന്നെ പള്ളിയോട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. മറ്റൊന്നും എവിടേക്ക് പോകണമെന്നൊന്നും മറിയമിന് അറിയില്ല. മറിയം ചോദിച്ചു, ഞാൻ എങ്ങോട്ട് പോവാനാ? എവിടേക്കാ ഞാൻ പോകേണ്ടത്? നാട് വിട്ട് വരികയല്ലോ. ആ സമയത്ത് യൂസുഫ് നജ്ജാർ പറഞ്ഞ ഒരു ഇടമുണ്ട്, ഒരു നാടുണ്ട്. എവിടെ? പോരാം ഞാൻ കൂടെ സഹായം പാടിക്കാകമ ചൊല്ലവര് രണ്ടും പറഞ്ഞുള്ളേ നാട്ടിലേക്ക് ചൊല്ലുന്നോര് വാടിയെ കാട്ടി ജനങ്ങൾ ആറിഞ്ഞിട്ടുണ്ട് ഓണം ഈ വീടും പെണ്ണെ നീ നാടും വിട്ട് പിറകെ മാടങ്ങിടം എല്ലാമോ തുന്നിയിട്ട്. അങ്ങനെ നാട് കൂടാൻ തീരുമാനിച്ചു. എവിടേക്ക്? ബൈത്തുൽ ലഹം അഥവാ അവിടെയാണ് യൂസുഫ് നജ്ജാറിന്റെ വാസസ്ഥലം. വിജനമായ സ്ഥലമാണ്, ഉൾക്കാടുകളുടെ സ്ഥലമാണ്, വന്യജീവികളെ മേഞ്ഞു നടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് പോകാം എന്ന് രണ്ടുപേര് തീരുമാനിച്ചു. എങ്ങനെയാടാ ഞാൻ അങ്ങോട്ട് പോവുക? യൂസുഫ് നജ്ജാർ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാക്കി തരാം. ഒരഭിപ്രായത്തിൽ മഹാനായ ജിബ്രീലാണ് മനുഷ്യരൂപത്തിൽ ബന്ധുകൊണ്ട് വഴി കാണിച്ചു കൊടുത്തത് എന്നുണ്ട്. ഏതായിരുന്നാലും മറിയ എന്ന് പേര് അറിയപ്പെടുന്ന ഗർഭിണിയെ പ്രിയപ്പെട്ടവരെ ഈ ബൈത്തുൽ മുഖദ്ദസ് ചെല്ലുന്ന ഇതാ ബെത്ലഹേമിലേക്ക് നാട് കടത്തുകയാണ്. അവർ നാട് വിടുകയാണ്. അവിടെ എത്തി, ബെത്ലഹേമിലെത്തി. പക്ഷേ ആ വിജനമായ സ്ഥലത്തെത്തിയപ്പോ കൂട്ടുകാരി അങ്ങോട്ട് പോയി കാണാൻ. അത് ജിബ്രീലാണെങ്കിൽ അല്ല, യൂസുഫ് നജ്ജാറാണെങ്കിൽ യൂസുഫ് നജ്ജാർ. അവര് പോയി മഹതിയായ മറിയ ഒറ്റയ്ക്കായി നാനാഭാഗങ്ങൾ കണ്ണൂർ ചിന്തിയോ. ഉൾക്കാടുകളാണ്, ഉയർന്നു നിൽക്കുന്ന മലകളാണ്, തണുപ്പിന് മരം പോലില്ല, ഒരു വൃക്ഷം പോലും അവിടെ ഇല്ല. ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ. മറിയ ആകെ അമ്പലമായി. ഈ ബേജാറോടുകൂടെ, ഈ വേദനാറ്റി ഇങ്ങോട്ട് മനസ്സിലേക്ക് കടന്നതോടുകൂടെ മറിയമിന്റെ ഗർഭവേദനയും കൂടെ അനുഭവപ്പെടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഗർഭവേദന അനുഭവപ്പെടുകയാണെങ്കിലും സഹായത്തിന് ആളുകളല്ലോ. ഇങ്ങനത്തെ ചുറ്റുപാടിലേക്ക് ഇഷ്ടംപോലെ സഹായത്തിന് ആളുകളുണ്ടാകും ആവശ്യം അല്ലേ? മറിയമിനെ സംബന്ധിച്ച് അതൊന്നുമില്ല, സാന്ത്വനപ്പെടുത്താൻ ആരില്ല. അപ്പൊ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഗർഭിണിയായിരിക്കുകയാണെങ്കിൽ അസറിന് ശേഷം അയൽവക്കത്തുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നാത്തുമാരോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള താത്തമാരോ ആരെങ്കിലൊക്കെ വന്നിട്ട് ചോദിക്കും, ആണേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ കുട്ടിക്ക്? ഇല്ല മിച്ചേ, കുഴപ്പമൊന്നുമില്ല. എന്റെ താത്ത അല്ല അമ്മായി, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, ഒന്നും ഇല്ലാതിരിക്കട്ടെ മോളെ. വയറ്റിന്റെ വയറ്റ് വല്ല ഇടിയോ ചവിട്ടോ കുത്തോ എന്തെങ്കിലും കേൾക്കുന്നോ? ഇവിടെ വയറ്റുണ്ട്, ഇവിടെ കുലുക്കണ്ട. രണ്ടും രണ്ടോ റബ്ബേ, അല്ലാ കുട്ടിന്റെ തല തിരിച്ചു വരാൻ ഞാൻ ആകെ പ്രശ്നമാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തോരാ സന്ദർശിക്കാൻ വരുന്നവരെ സമാധാനപ്പെടുന്ന വർത്താനാണ്. എനിക്കറിയില്ലേ നമ്മുടെ മൈമു ആ ലാസ്റ്റ് സമയത്ത് സുബ്ഹാനല്ലാ കുട്ടിയുടെ തല ചീപ്പിട്ട് വരാണ്ട് വലിയ ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടിയെടുക്കേണ്ടി വന്ന് വളരെ സുബ്ഹാനല്ലാ സമാധാനപ്പെടുത്താൻ വരുന്നവരാണ്. ഇവിടെ കണ്ട പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സമാധാനപ്പെടുത്താനും ആരില്ല, സാന്ത്വനവാക്ക് പറയാനും ആരില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാനും ആരില്ല. ഇങ്ങനെ ചിന്തിച്ചപ്പോ മറിയമിന് വല്ലാത്ത ബേജാറ് കൂടുന്നതോടുകൂടെ വേദനകൾ കണ്ടു. സഹിക്കാൻ വയ്യ, കരത്തിൽ നടന്ന് മരം വന്നതാവുണെങ്കിൽ നിൽക്കും
അതിനരികിൽ നടന്ന് ഏതത്താലെ ചാരിയെന്ന് മറിയം ബീവി പറഞ്ഞ് ഏതും പേരും അതിനു മുമ്പ് മൗത്ത് വന്നൊന്നാണ് സഹിക്കാൻ വയ്യ തരത്തിൽ ബീവി നടന്ന് മരമന്നതാകും അതിനരികിൽ അണങ്ങി തല ചാരി മറിയം ബീവി പറഞ്ഞ് കേദം വരും അതിനു മുമ്പ് മൗത്ത് വന്നൊന്നാണ് വീതം മറന്നു പോകും തരമേ ആവുമെങ്കിൽ തരക്കേടില്ലായിരുന്നു എന്നാവിധമേ സഹായത്തിനായി ഒരു തരില്ല തരത്തിൽ വീരിയിട്ട് സഹായത്തിന്റെ വിളിവുണ്ടാകാം തരത്തിൽ നീ സഹിക്കറിയ തരത്തിൽ വീരി നടന്ന് മരമുള്ളതാകുണങ്ങി നിൽക്കും അതിനരികെ അടങ്ങി കേദത്താലെ ചാരി മറിയം ബീവി പറഞ്ഞ് കേദം വരും അതിനു മുമ്പ് മൗത്ത് വന്നൊന്നാണ് ആരും സഹായത്തില്ലാതെ മറിയം ബീവികൾ അലഞ്ഞു തിന്ന് നടക്കുന്നു വേദന മുറിഞ്ഞിരുന്നു ഭാര്യന്റെ ഭാഗത്തൊരു മിന്നലത പെട്ടെന്ന് കൊണ്ട് ഇടിഞ്ഞിറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ വേദന മുറിഞ്ഞുപെട്ടതോടുകൂടെ മറിയം ബീവിയോ നിലവിളിക്കാൻ തുടങ്ങി സമാധാനമില്ല ആ സമയത്ത് മറിയം ബീവി പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قالت يا ليتني مت قبل هذا وكنت نسيا منسيا ഇങ്ങനെ മറിയം ബീവി ആപരാധിപ്പെട്ട് വേദനയോടുകൂടെ കടന്നുകട പോയുന്ന സമയത്താണ് പെട്ടെന്നൊരു വെളിയാണ് എന്താ കേൾക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒഴിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്ത് അതാ ഒരു ഒറ്റയായിക്കൊണ്ട് ഈത്തപ്പന മരം ഇങ്ങനെ കാണുക. ഒരു ഈത്തപ്പന മരം 70 വർഷത്തോളമായി ഉണങ്ങി കഴിഞ്ഞു നിൽക്കുന്ന മരമാണ്. അതിലൊന്നുമില്ല, പഴങ്ങളൊന്നുമില്ല, ഇലകളൊന്നുമില്ല, കമ്പുകളൊന്നുമില്ല, തണ്ടുകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു മരങ്കര നിൽക്കുന്നു. ആ വേദനയോടുകൂടെ മറിയം ബീവി ആ ഭാഗത്തിലേക്ക് ഇഴഞ്ഞു പോകുന്നു. കൈകൾ കുത്തിക്കൊണ്ടും കുമ്പിട്ടുകൊണ്ടും മുട്ടുകുത്തിക്കൊണ്ടും ഇഴഞ്ഞുകൊണ്ടും നിരങ്ങിക്കൊണ്ടും മറിയം ബീവി അതാ പോകുന്നു. എവിടെ എത്തി? ആ ഈത്തപ്പന മരത്തിന്റെ ഭാഗത്തെത്തി. ആ ഈത്തപ്പന മരത്തിന്റെ ചാരി നിന്നിട്ട് മറിയം ബീവി പറഞ്ഞ വർത്തമാനാണ് ഞാൻ ഇതിനു മുമ്പ് മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നു, പാടെ വിസ്മരിക്കപ്പെട്ടു പോയെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം എന്താണ്? മറിയം ബീവിക്ക് വല്ലാത്ത മാനസികമായ അസ്വസ്ഥതയാണ്. ഒന്ന് ഈ വേദന ആരും സഹായിക്കാൻ എങ്ങനെയൊക്കെയാണെങ്കിലും പ്രസവിച്ചുകൊണ്ട് അഥവാ നാട്ടിലേക്ക് എത്തിയാലോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അതൊക്കെ പിന്നെ എന്തെങ്കിലും ആവാം. ഈ ഒരു സമയത്ത് കഴിച്ചിലാവണമല്ലോ. ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം പെറ്റുന്നടുക്കുവാൻ ചെയ്യില്ല, പെറ്റിന് വേണ്ട സാമഗ്രികളില്ല. പെറ്റുന്നടുക്കുവാൻ ചെയ്യില്ല, പെറ്റിന് വേണ്ട സാമഗ്രികളില്ല. പിന്നാരി ചീടുവാൻ ഉമ്മ ചെയ്യില്ല, പിന്നാരും കൂട്ടിനെ ജീവിക്കാതില്ല. മടിയാൽ വിതുമ്പിയാൻ കണ്ണീർ പൊഴിച്ചോ, മരണം വഹിച്ചെങ്കിലെന്ന് പൂജിച്ചോ. നേരത്തൊരു വീട് ബീവി ശ്രമിച്ചോ, നോക്കൂ അതാ താളെ ഒലിച്ചോ. ഇത്തപ്പനബി പിടിച്ച് മുലച്ചോ, അത്താരുണത്തിൽ പഴങ്ങൾ വിതച്ചോ. ആരുമില്ല, പേറ്റെടുക്കുവാൻ പേറ്റച്ചപ്പെടില്ല, ഉമ്മയില്ല, സമാധാനപ്പെടുത്താൻ നാട്ടുമാരും ഉമ്മ അമ്മമാരില്ല. ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് ഒരു പെണ്ണിനെ സംബന്ധിച്ചുകൊണ്ട് എന്താ സംഭവിക്കാം? ഈത്തപ്പനമരത്തിന്റെ ഭാഗത്തിലേക്ക് ചെന്നിട്ട് ജീവിതം അവസാനിച്ചാൽ മതി എന്നൊരു കൊതിച്ച പെണ്ണ് അങ്ങനെ ഇരുന്ന് കരയുമ്പോൾ അതാ പനാദാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തക സരിയ്യാ. പടച്ചിറപ്പ് പ്രിയപ്പെട്ടവരെ, മറിയം ഇരിക്കുന്നതിന്റെ താഴഭാഗത്തു നിന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയാം. എന്താ വിളിച്ചു പറയുന്നത്? എന്താ വിളിച്ചു പറയുന്നത്?
പെണ്ണേ നീ ഒരിക്കലും വിഷമിക്കണ്ട. ആ മറിയം ഇരിക്കുന്ന താഴ്ഭാഗത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ ഒരിക്കലും വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ അടുത്തത് ഒരു അരിവി ഉണ്ടാക്കി തന്നിരിക്കുന്നു, ഒരു നീർച്ചാലുണ്ടാക്കി തന്നിരിക്കുന്നു, ഒരു കൈക്കനാലുണ്ടാക്കി തന്നിരിക്കുന്നു. കാരണം മറിയം ബീവിക്ക് വല്ലാത്ത ദാഹമുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്, ഭയങ്കരമായ വിശപ്പും ദാഹം അനുഭവപ്പെട്ടുകൊണ്ട് മറിയം ബീവിന്റെ ജീവിതം ഒന്ന് നശിച്ചു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ കൊതിച്ച സമയത്താണ് നദിയിലെ കുളിക്കിടാം സുഖമായി നദിയിലെ കുളിക്കിടാ സുഖമായി പിടിച്ചാടത് ഉലക്കുകതിനാലുകൾ പടുത്ത വീണതിനാ സുഖമിലെ രുചിത്തിക്കൊള്ളുകളിനായി സുഖമിലെ രുചിത്തിക്കൊള്ളുകളിനായി ഭാഗത്തുനിന്നുള്ള വിജ്ഞാനം അത് ശ്രദ്ധിച്ചു കാര്യം അറിയാം. കരച്ചിലൊക്കെ നിർത്തി സൈലന്റ് ആയിട്ട് ശ്രദ്ധിച്ചു നോക്കിയത് താഴ്ഭാഗത്ത് പെണ്ണെ നിനക്കത് ഒരു അരിവി ഒടുക്കി തന്നിരിക്കുന്നു. മാത്രമല്ല നോക്ക്, നിങ്ങൾ മറിയം ബീവി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കളകളാടം നിൽക്കുന്ന വെള്ളം ഇങ്ങനെ ചാടി തുറക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണുന്നു ആദ്യം അവരുടെ അരുവി ഉണ്ടായിരുന്നു, അതിലൂടെ വെള്ളം പെട്ടെന്ന് അവരോട് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ആ വെള്ളത്തിന്റെ നീർച്ചാലി ചാടി മാത്രമല്ല വീണ്ടും വന്ന വിളിയാണെങ്കിൽ മറിയമിനോട് റബ്ബ് വിളിച്ചു പറയാൻ, റബ്ബിന്റെ ദൂതം വിളിച്ചു പറയുകയാണ്, പിന്നെ നീ ചാരിരിക്കുന്ന ഈത്തപ്പനമരമുണ്ടല്ലോ അതൊന്ന് പിടിച്ച് കൊടുക്കുക. പച്ചയല്ല, ഉണങ്ങിയതാ. 70 വർഷത്തോളമായി ഒടുങ്ങി കഴിഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനമരം. ആ ഈത്തപ്പനമരം ആ ഈത്തപ്പനമരം ഒന്ന് പിടിച്ച് അങ്ങനെ പിടിക്കിയാൽ നല്ല പഴുത്തു പാകമായ ഈത്തപ്പഴം നിനക്ക് വിഴുത്തി തരും. ആ മരം ഉണങ്ങി നിൽക്കുന്ന മരാട്ടോ, റബ്ബിന്റെ കുതിരത്ത്, മറിയമിന്റെ കറാമത്ത്. ആ ഈത്തപ്പനമരം പിടിച്ചു കുടിക്കുന്നതോടുകൂടെ പഴുത്തു പാകമായ ഒരു ഓല പോലില്ല, ഒരു തണ്ടുപോലില്ല, അതിനെ പിടിച്ചു കുലുക്കിയാൽ പഴുത്തു പാകമായ ഈത്തപ്പനമരം ആ മരം നിനക്ക് പഴം വീഴ്ത്തി തരും. അങ്ങനെ വീഴ്ത്തി തന്നാൽ ആ ഈത്തപ്പഴം നീ ചുട്ടടക്കിക്കോ, നീ വിഷപ്പടക്കിക്കോ. മാത്രമല്ല അരികിൽ വെള്ളം കുടിച്ച് ദാഹം തീർത്തോ. നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ മുഖം കണ്ട് ആസ്വദിച്ചോ, നിന്റെ കൺകുളിർമയായി സന്തോഷിച്ചോ. കേൾക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നേരെ ശ്രദ്ധിക്കണ്ട, ഇവിടെ മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈത്തപ്പനമരം പിടിച്ചു കുടിക്കാൻ പറഞ്ഞു. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്താ കണ്ടോ? അലം തറ അന്നല്ലാഹ് ഖലാലി മറിയമ വഹുസി ഇലൈക ലജദി തുസാഖത الرطب ولو شاء أدنى من غير هزها جنته ولكن كل شيء له سبب. ചരിത്രകാരൻ പറയാണ്, അലം തറ അന്നല്ലാഹ ഖലാലി മറിയമ, മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പനമരം പിടിച്ച് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ? കാരണം എന്താണ്? ഈത്തപ്പനമരം പെണ്ണെ പിടിച്ചു കൊടുക്കുന്നത് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? എന്തിനാ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വേദന കൊണ്ട് കടന്ന് പിടയുന്ന പുറയുന്ന പെണ്ണിന് അങ്ങനെ ഒരു സാഹസ്യമായ സംഭവം എന്തിനാണല്ല പറഞ്ഞു കൊടുത്തത്? ജനതുഹു വലാകിൻ കുല്ലു ശൈഇൻ ലഹു സബബു. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഈത്തപ്പനമരത്തെ ബീവിയിലേക്ക് അടുപ്പിക്കുകയും ആ ഈത്തപ്പനമരത്തിൽ നിന്ന് പൊടുത്ത ഈത്തപ്പഴം കുലുക്കാതെ തന്നെ അല്ലാഹു
ഹറാമാക്കി കൊടുത്തൂടെ? എന്നാൽ അങ്ങനെയല്ല. സംഭവത്തിന്റെ ഒരു കാരണമുണ്ട്. ആ പിടിച്ച് കുലിക്കാൻ പറഞ്ഞൊരു കാരണമുണ്ട്. ഇവിടെ നേരെ ശ്രദ്ധിക്കണം. ഇവിടെ സഹോദരിമാര് നേരെ ശ്രദ്ധിക്കണം. പ്രസവിച്ച പെണ്ണുങ്ങളാ കൂട്ടത്തിലുണ്ട്, ഗർഭിണികളായ പെണ്ണുങ്ങളാ കൂട്ടത്തിലുണ്ട്. ഇവിടെ നേരെ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു എന്തിനാണ് ഇവിടെ അങ്ങനെ ഈത്തപ്പരവരെ പിടിച്ച് കുടിക്കാൻ പറഞ്ഞത്? ഇവിടെ അല്പം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ സഹോദരികൾ ഗർഭിണികളായ ആ പീരീഡിന്റെ ടൈം തെറ്റി അവർക്ക് സംശയം കൊടുക്കുകയാണ്. പെട്ടെന്ന് ഭർത്താവിനെ കൂട്ടി, ആങ്ങളെ കൂട്ടി, അമ്മായിമാരെ കൂട്ടി, ആരോട് കൂട്ടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടർ അല്ലെ, അമ്മായിമ്മ കൂടെ ഉണ്ടാവും, മരോളും ഉണ്ടാവും. രണ്ടാളും ഇങ്ങനെ ടോക്കനൊക്കെ ബുക്ക് ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് ടോക്കൻ മേടിക്കും. നമ്പർ 28 ജമീല. ടോക്കന്മാരെ കടന്നില്ല. ഏതെങ്കിലും ജമീലുണ്ടെങ്കിൽ ആ ജമീലാന്റെ ഉദ്ദേശം പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞാണ്. ഹലാക്ക് കുടിച്ച മൊയ്തേരിക്കപ്പോ നിന്റെ പേരാരെ പറഞ്ഞിട്ട് നാളെ കംപ്ലൈന്റ് വരുന്നത് കൊല്ലും സഹോദരികൾ. അങ്ങനെ പറയില്ലേ? ആ നമ്പറും വിളിച്ചിട്ട് നമ്മൾ നേരെ ഒപ്പിയിലേക്ക് അങ്ങോട്ട് കയറിയ 2-3 കസാര ഉണ്ടാവും. ഒന്ന് ഗർഭിണിക്കിരിക്കാം, ഒന്ന് സഹായിച്ചിരിക്കാം, വേറെ സഹായം അഭിരുചിരിക്കാം. അങ്ങനെ രണ്ടാളും അവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ ചോദിച്ചു എന്താ കാര്യം? ആ സമയത്ത് മരുമണിക്കാരെ നോക്കാം, അമ്മായിമാരെ നോക്കിയിട്ട് അമ്മായിമ പറയട്ടെ. അപ്പൊ അമ്മായിമ പറയാ, അതെ പിന്നെ ഓളിക്കേ പിന്നെ 2 ദിവസമായിട്ടേ പിന്നെ ആയിക്കോട്ടെ. ഉണർത്തൽ ലാബ് പോയിട്ട് മൂത്രം കുറച്ചിട്ടുണ്ട്. നേരെ ശ്രദ്ധിക്കണം. അങ്ങനെ ലാബ് പോയിട്ട് നമ്മള് മൂത്ര ടെസ്റ്റ് നടത്തി അതിന്റെ ഫലവുമായിട്ട് ഡോക്ടർക്ക് വരാം. ഡോക്ടർ വന്നാൽ ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ലാതിരിക്കട്ടെ, എല്ലാവരും 2 മാസം ഗർഭിണിയാണ്, അൽഹംദുലില്ലാഹ്. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കുക. ഈ ഒരു ഗുളിക 2 നേരം വർഷത്തിന് മുമ്പേ, 1 വീതം 2 നേരം വർഷത്തിന് നടുവിൽ, 1 വീതം 2 നേരം വർഷത്തിന് കൂട്ടൂല. ഗുളിക കഴിക്കാൻ അടുത്ത മാസം വരിക, കുഴപ്പമൊന്നുമില്ല. കുമ്പിടരുത്, ാനും ചെയ്യരുത്. ആദ്യത്തെ അന്ന് മോട്ടോർ സൈക്കിൾ വന്ന് യാത്ര ചെയ്ത് കുറെ നിർദ്ദേശിച്ചത് കുമ്പിടാൻ പാടില്ല. അപ്പൊ ഇവിളിങ്ങനെ നോക്കും അമ്മായിയുടെ മുഖത്തേക്ക്, പണ്ടാറെ കേട്ടോ, കുമ്പിടാൻ പാടില്ല, നിന്നെ കൊണ്ട് കുറ്റടിപ്പിക്കരുത്, എന്നെ കൊണ്ട് തുളപ്പിക്കരുത് എന്നൊക്കെ ആ നോട്ടത്തിൽ അർത്ഥം വരുന്നുണ്ട്. ഏതായാലും ഇങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അൽഹംദുലില്ലാഹ് ഫീസും വാങ്ങി വരും. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ ഡോക്ടർ ചോദിക്കും, ലാസ്റ്റ് കുടി എന്നേ ഉണ്ടായി. എന്നാൽ ലാസ്റ്റ് കുളിച്ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം ജനുവരി 1-ാം തീയതി. ഉദാഹരണം ജനുവരി 1-ാം തീയതി പറഞ്ഞാൽ കുറച്ച് സമയം ഡോക്ടർ മിണ്ടില്ല. എന്താ മിണ്ടാത്ത കാരണം? നേരെ മേശന്റെ അടിയോടെ നോക്കിയാൽ കാണാൻ ഡോക്ടറെ കൈ ഇങ്ങനെ മറിക്കേണ്ട. ജനുവരി 1, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അവിടെ 9 മാസം അവിടെ പിടിച്ച് പിന്നെ ഒരു 9 ദിവസം അവിടെ കൂട്ടിട്ട് ആ കണക്ക് അവിടെ എഴുതി വെക്കും. ഈ കണക്ക് ഞങ്ങൾ പറഞ്ഞത് കൊടുത്തതിന് അടിസ്ഥാനമാക്കിയാണ് 8-ലോ 9-ന്റെ മുമ്പെയോ നിങ്ങൾ ലാസ്റ്റ് ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ പ്രസവത്തിന്റെ ടൈം കണക്കാക്കി ഇന്ന ദിവസം നിങ്ങൾ പ്രസവിക്കുമെന്ന്, അല്ലെങ്കിൽ ഇത്ര ദിവസം പ്രസവിക്കുമെന്ന് ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞു കൊടുത്ത ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ എന്തായി? ഡോക്ടറിന്റെ അടുത്തേക്ക് പിന്നെ പോകാൻ ലാസ്റ്റ് നമ്മൾ പോവുക. നേരെ ശ്രദ്ധിക്കാട്ടോ. ഇവിടെ അലം തറ മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പഴമനെ പിടിച്ചു കുടിക്കാൻ പറഞ്ഞ കാരണം എന്താണ്? ഞാൻ ശ്രദ്ധിച്ചോ? ഞാൻ അവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ ചെന്നു. പ്രസവത്തിന് കൂടി പെട്ടെന്നൊരു വണ്ടി പിടിച്ചു നേരെ പോയി പ്രസവ വാർഡിന്റെ ഭാഗത്തെത്തി. ലീസ്റ്റൊക്കെ കൊടുത്തു. കേറിക്കോ ഡോക്ടറെ അകത്തുണ്ട്. അകത്ത് കയറി ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ് സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യേ, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം, സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യേ, കൈ വീശൊന്ന് നടന്നു നോക്കി. ഡോക്ടർ നിർദ്ദേശിക്കാണ് ഗർഭിണിയോ ഡോക്ടർ പറയും കൈ ഒന്ന് വീശി നടക്ക്, സ്റ്റെപ്പൊന്ന് കേറി ഇറങ്ങി. ഇങ്ങനെ നിങ്ങളോട് ഏതൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? നല്ല ഡോക്ടറാ. മഹതിയായ മറിയം ബീവിയോട് ഈത്തപ്പഴമരം പിടിച്ചു കുടിക്കാൻ ഇവിടെ പറഞ്ഞതും ഡോക്ടർ നിങ്ങളോട് കൈ വീശി നടക്കാൻ പറഞ്ഞതും ഒന്നാണ്. എന്തിനാണ്? സുഖപ്രസവമാണ്. പ്രസവം
എളുപ്പമാകാൻ പിഞ്ചോമനപ്പൈതൽ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന ഗർഭാശയത്തിന് നേരത്തെ പാടട്ടെ എന്ന് പൊട്ടി അനായാസം കുട്ടി പുറത്തേക്ക് വരുവാൻ ഡോക്ടർ ഈ നിർദ്ദേശം നൽകുന്നു. കയ്യൊന്ന് വീശി നടക്കാം അല്ലേ സഹോദരങ്ങളെ? നമുക്കറിയാം നമ്മുടെയൊക്കെ ഭാര്യമാര് പെട്ടെന്ന് വേദന ഇളകിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കെട്ടിയ വണ്ടിയും കൊടുത്ത് വിട്ടാലും ഉമ്മ വിളിക്കണ്ടാ ഇത് എവിടെയാണ്? ഞാൻ എല്ലപ്പോഴും ഉണ്ട് കൂടി വാടാ ജമീലാണ് ആസ്പത്രി വന്നപ്പോൾ വേദന കൊടുത്തതാ അമ്മാരായ പറ്റിച്ച് അവൻ വേഗം എന്ത് ചെയ്യും? മോട്ടോർ സൈക്കിളിൽ മറ്റു നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുന്ന സമയത്ത് അവന്റെ മനസ്സിലെന്താണ്? രാജ്യത്തെ കണ്ണി ആടായിരിക്കണം അതിനെ പോലെ വളരണം അവൻ നാടായി തന്നെ ജനിക്കണം. മനസ്സിൽ വെച്ചിങ്ങനെ പോകാൻ ആൺകുട്ടി ജനിച്ചെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയോടച്ച പെൺകുട്ടി ജനിച്ചെങ്കില് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇവന്റെ മനസ്സിലുണ്ടാവും എന്തെന്നാ ഞങ്ങൾ എത്തുമ്പോഴേക്ക് കുട്ടിയെ കാണാൻ സുഖപ്രസവം നടന്നിട്ടുണ്ടാകും എന്നും ചിന്തിച്ചിട്ട് നേരെ പെട്ടെന്ന് ഓടിച്ചെല്ലുമ്പോ കാണാൻ പമ്പറത്തോടെ വയറ് ഇങ്ങനെ മുമ്പിലേക്കാക്കി രണ്ട് കയ്യിൽ വീശിട്ട് ഇങ്ങനെ നടക്കണം. എന്താ പറയണത്? എന്താന്ന് പറയണത്? ഡോക്ടറിനോട് നടക്കാതെ വന്ന് കൈ വീശിട്ട് എന്നാ നടന്നോട്. സുബ്ഹാനല്ലാഹ് അല്ലേ? പഴയ കാലം നമുക്ക് 10-25 കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഉമ്മമാര് പൂർണ്ണ ഗർഭിണികളായിരിക്കുന്ന ഉമ്മമാര് കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ട് വന്നിട്ട് മുറ്റത്തിട്ട് കോടാലി കൂടെ മടുകൊണ്ട് വെട്ടി കീറി അതുകൊണ്ട് കഞ്ഞുണ്ടാക്കുന്ന ഉമ്മമാര് പാടത്ത് തൊഴിലെടുത്തുകൊണ്ട് നെല്ല് കിട്ടിയ ആ നെല്ല് മണ്ഡലത്തിലിട്ട് പുഴുകിക്കൊണ്ട് കാക്കക്ക് കോടിക്ക് കൊടുക്കാതെ വരമ്പിൽ പ്രിയപ്പെട്ടവരെ പരത്തിട്ട് ഉണക്കി അത് കല്ലുരലിൽ മരണിട്ടിട്ട് മെതിച്ച് അത് അരിയാക്കി വെച്ചിരുന്ന ഉമ്മമാർ. എത്ര ഉമ്മമാരിങ്ങനെ മരിച്ചുപോയി. എല്ലാവർക്കും മാപ്പുറത്ത് മറഹമത്ത് നൽകട്ടെ. ചിലപ്പോൾ നെല്ലിങ്ങനെ കുത്തും നാത്തൂനും മകളും ഗർഭിണികളായിരിക്കുന്ന നാത്തൂന് അപ്പുറം രണ്ടുപേരും നെല്ല് വരിയെങ്ങനെ ഇടിക്കി അമ്മായിമ്മ താഴത്തിൽ ഇങ്ങനെ വാങ്ങി കൊടുക്കണ്ട അമ്മായിമ്മ വാങ്ങി കൊടുക്കുക. രണ്ടാളും ആ നെല്ലിങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മായിമ്മ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കൊടുക്കും. നല്ല ദേശീയ മരോളാച്ചാരോ പകരം കുറ്റപ്പെടെ വെച്ചാൽ കയ്യിന്റെ പെട കൊടുക്കും പറ്റട്ട എവിടെ നോക്കിയിട്ട് ഇതിന്റെ കുത്തുന്നത് അങ്ങനത്തെ എത്ര കാലം കഴിഞ്ഞു പോയി. പ്രച്ചോനെ വലിയ വല്യമാർ ചിന്തിക്കുന്നുണ്ടാവും അല്ലാ അന്നിന്റെ വെല്ലുവിളിക്ക് ഇടിച്ചത് ഹരാക്കില്ല. അങ്ങനെ ഞാൻ വെറുതെ തമാശ പറഞ്ഞാട്ടോ. അങ്ങനെ ഈ നെല്ലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാവും രണ്ട് ഒലക്ക വരുന്ന സൗണ്ടിൽ കേട്ടില്ല. അങ്ങനെ നെല്ല് കുത്തുമ്പോൾ ചിലപ്പോ കാണാൻ കുറച്ച് കഴിഞ്ഞാൽ ഒരടുക്കട സൗണ്ട് കേൾക്കാൻ. അപ്പൊ അമ്മായിമ്മ അങ്ങനെ നോക്കും ഒരൊലക്ക ഇവിടെ പോയി. ആ സമയത്താണ് ആ ഒലക്കൊരു കൈ കൊണ്ട് നെഞ്ചോട് ചേർത്ത് ഒരു കൈ ഒക്കത്ത് വെച്ച് ചാരി നിന്നിട്ട് ഗർഭവേദന ഇളകിയിരിക്കുക. ഈ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോ ഗർഭവേദന ഇളകി ആ ഒലക്ക വാങ്ങിയിട്ട് മുക്കിരിക്ക് വെച്ചിട്ട് അമ്മായിമ്മ അവനെ കൊണ്ട് ഒരു പുൽപ്പായിട്ട് മലത്തി കിടത്തിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വെടിക്കും. മൈമോ ഫാത്തിമോ ആയിഷോ ചുറ്റുപാടും പെൺമാണികള് അന്ന് ചുറ്റുപാടത്ത് പെണ്ണുകാർക്ക് ഓടി എന്താണ് നമ്മുടെ കഥയിലൊക്കെ ചെയ്യുന്ന മക്കളെ കച്ചിക്കാനും പറ്റില്ല കുറച്ച് വെള്ളം കുടിക്കാതിരിക്കും. പറയാൻ കിടക്കണ ഓൾക്കല്ല വെള്ളം കൊടുക്കണം, അമ്മായിമാക്ക വെള്ളം കൊടുക്കുക. അമ്മായിമാക്ക് വെള്ളം കൊടുത്തൊരു പാത്തി ഇടിച്ച് അല്ലാ അടുത്തൊരു അയൽമക്കത്തെന്ന് വന്നൊരു പെണ്ണ് ഒരു മൗലിക കിട്ടാൻ കൊടുത്തിട്ട് അന്ന് പാടും ബിസ്മിയും ഹംദും സ്വലാത്തും ഞാൻ തുടങ്ങിയിടും. അന്നത്തെ ആശ്രയം നഫീസത്തുൽ മിസ്രിയ ആ മാലകന് പാടി അങ്ങനെ എത്തുമ്പോ കാണാൻ അൽഹംദുലില്ലാഹ് പ്രസവം നടന്നു. എന്തായിരുന്നു അന്നൊക്കെയല്ലേ? ഇന്ന് നടക്കൂല. പ്രിയപ്പെട്ടവരെ കണ്ടോ, ഇവിടെ മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പനമരം പിടിച്ചു കുടിക്കാൻ പറഞ്ഞതിന്റെ തത്വം ഡോക്ടർ നിങ്ങളോട് നടക്കാൻ പറഞ്ഞതാണ്. ഡോക്ടർ നിങ്ങളോട് സ്റ്റെപ്പ് കയറാൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. കണ്ടോ, സുഖപ്രസവത്തിന് വേണ്ടി അങ്ങനെ അൽഹംദുലില്ലാഹ് ശേഷം കരിമോന്റെ
അമറുകൾ ശ്രമിച്ചിടുന്നേ ബീവി മതദുഃഖം സഹിയാതെ തളർന്നിടുന്നേ സബബുണ്ട് പ്രയാസങ്ങൾ പലരുണ്ട് കരുണേ കൽബദിന് ചിന്ത പെരുത്താതുണ്ട് എന്റെ കുടുംബങ്ങൾ വെറുത്തിടും ഇതിനാൽ ഉണ്ട് പറഞ്ഞാലും മഹാനാക്കിടും പഠിച്ചൂലി വഴി കണ്ടിടും മലർഭീവി കുടിച്ചും തിന്നതിന് ശേഷം ശരീരോന്റെ അമറുകൾ ശ്രദ്ധിച്ചിടുന്നേ ദുഃഖം സഹിയാതെ ഉണർന്നിടുന്നേ. വെള്ളം കുടിക്കാൻ ദാഹമുണ്ട്, വെള്ളമായി. ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയാഗം പറഞ്ഞതുപോലെ ഈത്തപ്പനമരത്തിൽ പിടിച്ചു കഴിക്കാമെന്ന് ഭക്ഷണമായി. അൽഹംദുലില്ലാഹ് എല്ലാമായി. എളുപ്പത്തിനോ ആ ഈത്തപ്പനമരം പിടിച്ച് ഒരുക്കാമെന്നൊക്കെ റാഹത്തായി. പക്ഷേ ഇപ്പം മറിയമിനാലെത്തുന്ന മറ്റൊരു വിഷയമുണ്ട്. വെള്ളമായി, ഭക്ഷണമായി, ദാഹം തീർന്നു, വിശപ്പ് തീർന്നു, പ്രസവം അൽഹംദുലില്ലാഹ് നടക്കാൻ പോവുകയാണ്. പക്ഷേ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിയേണ്ടത് ഈ കുറ്റിക്കാടിലല്ലോ, ബത്ലഹേമിലല്ലോ, എനിക്ക് നാട്ടിലേക്ക് പോകണമല്ലോ, എനിക്ക് വീട്ടിലേക്ക് പോകണമല്ലോ, എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിനടുത്തേക്ക് എടുക്കണമല്ലോ. അവിടെ എന്റെ കൈകുഞ്ഞുമായി എത്തിയോ, അവരെന്നെ ആട്ടുമല്ലോ റബ്ബേ, എന്റെ തെറി വിളിക്കുമല്ലോ റബ്ബേ, എന്റെ തെറി വിളിച്ചു എന്ന് മാത്രമല്ല കല്ലെടുത്തറിയുമല്ലോ റബ്ബേ, എന്നെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുമല്ലോ. അതിനപ്പുറം അവരെന്നെ അവഹേളിക്കുമല്ലോ, അവരെന്നെ നാണം കെടുത്തുമല്ലോ, എന്ന് വിളിക്കുമല്ലോ, ഇന്നേവരെ കേൾക്കാത്ത പേരുകൾ കേൾക്കേണ്ടി വരുമല്ലോ, ജാരസന്ധതി എന്ന് കേൾക്കേണ്ടി വരുമല്ലോ. മറിയമിന് വല്ലാത്ത ബേജാറായി, മറിയമിന് വല്ലാത്തൊരു ആപലാതിയായി. എന്താ ചെയ്യാ, അവര് പിടുത്തം കിട്ടുന്നില്ല. അതിനൊരു പരിഹാരം എന്താ? അങ്ങനെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചപ്പോൾ കണ്ടേടാം ജന്തു വഴിയാം ജന്തുളെ ഭാഷത്തെ കുറിയാം നേരം വിളിയുണ്ടായ ഭാഗത്തെ വല്ലോരും കുഞ്ഞെ കുറിച്ച് ചോദിച്ചാൽ ചൊല്ലണോ, വല്ലോരിൽ മൗന കൊണ്ടെന്നാവേണോ. വിളിയുണ്ടായ പാകത്തെ വല്ലോരും കുഞ്ഞി കുറിച്ച് ചോദിച്ച വല്ലോരിൽ മൗന ഹൃദമേലിക്കുണ്ടെന്നാവേണം. അൽഹംദുലില്ലാഹ് പരിഹാരമായി. പെട്ടെന്ന് റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് വലിയാളം വന്നു. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ യുകല്ലിമുൽ യൗമ ഇൻസിയാ. പെട്ടെന്നാണ് വെളിയാളം വന്നത്. മനുഷ്യരിൽ ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ കുട്ടിയെ കുറിച്ചോട് വല്ലതും ചോദിച്ച് അപരാധം പറയുകയാണെങ്കിൽ അവരോട് പറയണം. എന്താ പറയേണ്ടത്? ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, കരുണാവാരിതായ റബ്ബിന് ഞാനൊരു മൗനവ്രതം നോൽക്കുവാൻ കരുതിയിരിക്കുന്നു. എനിക്ക് മൗനവ്രതമാണ്. എനിക്ക് മൗനവ്രതം എന്ന് പറഞ്ഞാൽ രണ്ടാം നോമ്പ്. അങ്ങനെ അന്നത്തെ കാലഘട്ടങ്ങളിൽ സംവിധാനമുണ്ട്. ജൂതന്മാരിലെല്ലാം മൗനവ്രതം, മൗന നോമ്പ് നോൽക്കുന്ന ഒരു ചുറ്റുപാട്
ആ നോമ്പ് നോറ്റ മുണ്ടാൻ പാടില്ല. സത്യത്തിൽ നമ്മുടെ നോമ്പിന് തന്നെ മിണ്ടാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് പിന്നെ അള്ളാഹു റസൂലെ അൽഹംദുലില്ലാഹ് ഒരു അഫ്വ് കിട്ടിയതാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ നോമ്പ് എന്തോ പണ്ടത്തെ നോമ്പ് എങ്കിലും മറിയമിന്റെ കാലഘട്ടത്തിലുള്ള മൗന നോമ്പ് എങ്ങനെയാണ്? മുണ്ടാൻ പാടില്ല. തൊട്ടി കഴിഞ്ഞാൽ നോക്കിയിരുന്നു എന്താ കൂട്ടാനും മിണ്ടാൻ പാടില്ല, നോമ്പ് അങ്ങോട്ട് മുറിയും. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു മൗനവ്രതം നോക്കുന്ന കാലഘട്ടം. അല്ലാഹു സുബ്ഹാനഹു തന്ത്രം പറഞ്ഞു കൊടുത്തു. അവരോട് പറയുക, എന്ത് എനിക്കൊന്നും മൗനവ്രതം മിണ്ടാൻ നോമ്പാണ്. നോമ്പ് നോറ്റ പിന്നെ മിണ്ടാൻ പാടില്ല എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് ആരോടും മുണ്ടാൻ പറ്റൂല. ഇനി ഞാൻ ആരോടും മുണ്ടൂല നീ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ് അങ്ങനെ പ്രിയപ്പെടുന്ന മറിയം എനിക്ക് സമാധാനമായി. അങ്ങനെ എന്നെ സംഭവിച്ചത്. അതിനാലേ ഞാൻ അപവാദം ചെല്ലുന്നോർ പിന്നെ നിന്നോട് വേണ്ടില്ല. ബീവിയും പെറ്റാനേ അരുമരുകിടാവിനെ കണ്ട് കണ്കൾ നിർത്താനേ അരുവിപ്പിനുംബരം കുഞ്ഞും മാറി നികത്താനേ. അല്പം സമാധാനം വന്ന ദുഃഖത്തിനിടയിൽ അൽഹംദുലില്ലാഹ് അങ്ങനെ ബഹുമാനപ്പെട്ട മറിയം ആ ഈത്തപ്പരവരെ പിടിച്ചു കുലിക്കാറെന്നോണം ആ ഈത്തപ്പരവരെ പിടിച്ചുകൊണ്ട് കുലുക്കലം കൊണ്ട് കുലുക്കിയതോടുകൂടെ അപ്പോൾ കണ്ട് കണ്ണുകൊണ്ടാലേ അരുവി പിന്നും മാറിക്കൊള്ളും മികത്താനേ. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചുകൊണ്ട് ആ അത്ഭുതപ്പിറവി സംഭവിക്കുകയാണ്. ഈത്തപ്പന ചുവട്ടിൽ അത്ഭുതപ്പിറവി നടന്നു. അൽഹംദുലില്ലാഹ് എന്തോരം ഓമനത്തുന്ന മുഖം ബീവിയാളുകൾ പ്രിയപ്പെട്ടവരെ ഈത്തപ്പഴം നിന്നുകൊണ്ട് വിശപ്പടക്കി വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം തീർന്നു. ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബിൽ സ്തുതിച്ചു, സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ് മികത്തുള്ള പ്രസവത്തിൽ സബബാലെ സലമുകൾ അറിയുന്നു അജബുകൾ പലതും കണ്ട് അന്ന് മനുഷ്യരും പിറവി അറിഞ്ഞി പ്രസവത്തിൽ സബബാലെ സലമുകൾ അറിയുന്നു അജബുകൾ പലതും കണ്ട് അന്ന് മനുഷ്യരും പിറവി അറിഞ്ഞി പലതും കണ്ട് അന്ന് മനുഷ്യരും പിറവി അറിഞ്ഞി അൽഹംദുലില്ലാഹ് ആ അത്ഭുത പിറവിയോടുകൂടെ പല അത്ഭുതങ്ങളും അമ്പലത്തിലും ഭൂമിയിലും സംഭവിച്ചു. പിശാചിന് പ്രിയപ്പെട്ടവരെ അത് മലക്കുകള് എറിയാൻ തുടങ്ങി, പായിപ്പിച്ചു. ആ പ്രസവത്തിലേക്ക് ഇബ്ലീസിനെ അടുപ്പിച്ചില്ല അല്ലാഹുവിന്റെ മലായിക്കത്തുകള്. പ്രത്യേക നുജൂമുകള് അമ്പലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭൂമി ലോകത്ത് ഇതാ അവർ ആരാധിച്ചത് പല ബിംബങ്ങളും തകിടം മറിഞ്ഞു. പല അത്ഭുതങ്ങൾ ഉണ്ടായി. മാത്രമല്ല സുഖലോക സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. പൂർണ്ണീകളായതെല്ലാം അതാ മറിയമിന്റെ മുമ്പിലേക്ക് വരികയോ. ആ
അറിഞ്ഞ മനുഷ്യ സ്ത്രീകളും ആളുകളും ബത്ലഹേമിലേക്ക് ഒഴുകുകയാണ്. കുട്ടിയെ താരാട്ട് പാട്ട് പാടുകയാണ്, കുട്ടിയെ കുഞ്ചിക്കുകയാണ്, കുട്ടിയെ ലാടിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ ചന്ദാപർ സുറൂറായി ജനം ജേരെ വരവായി തിരുപീറ് അവർ സ്വാഗതം മൊഴിയേണ്ടായി കേട്ട് മറിയം ബി സുറൂറായി സ്തുതിക്കേനായി. പരീക്ഷണം മറന്നു പോയി ഇനിയെങ്കിലും സഹിക്കുവാൻ മനുഷ്യ സ്ത്രീകളും വല്ലാത്തൊരു മമ്മത്തെ ബീവിയെ ലാളിച്ച് സമാധാനപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു, മറിയമേ ഈ കുഞ്ഞുമാൻ നാട്ടിലേക്ക് പോകണം, നീ ഗ്രാമത്തിലേക്ക് പോകണം, നിന്റെ ആളുകൾ അടുത്തേക്ക് പോകണം. ഈ വിജനമായ സ്ഥലത്ത് എങ്ങനെ കഴിയാനും കാത്തിറക്കെങ്കിൽ മേഞ്ഞു നടക്കുന്ന ഈ ഭാഗത്ത് എങ്ങനെ കഴിയാനും അതോടെ നീ നാട്ടിലേക്ക് പോകണം. സുബ്ഹാനല്ലാഹ്, ആണെന്ന് കേട്ടപ്പോ മറിയമ്മയ്ക്ക് ഒരു ഉള്ളിലൊരു വല്ലാത്തൊരു ബേജാറുണ്ടായി. പക്ഷേ ആ ഓമനത്തമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് പേര് വിളിച്ച് എന്ത്? ഈസാ അലൈഹിസ്സലാം. മറിയം നീ പ്രസവിച്ച കുഞ്ഞിന്റെ പേരെന്താ? ഈസാ നബിയാണ്. പ്രിയപ്പെട്ടവരെ, ഈസാ നബിയാണ്. നോക്കുനികള്, അത്ഭുതം, മഹാത്ഭുതം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് 4 വിധേനയാണ്. 4 വിധേനയാണ് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്. ഒന്ന് പുരുഷനിലൂടെ, ഒന്ന് ആണിലൂടെ, പുരുഷനിലൂടെ. പുരുഷൻ പ്രസവിച്ച അങ്ങനെ ഉണ്ടായി. 2 വെറും പെണ്ണിലൂടെ. എങ്ങനെ? പെണ്ണിലൂടെ. ശ്രദ്ധിക്കുക. 3 ആണും പെണ്ണിലൂടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ച ഒന്ന് നോക്ക് നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചില്ലേ? ആണില്ല പെണ്ണില്ലാതെ പടച്ച. ഒന്ന് ഭാര്യയില്ല ഭർത്താവില്ലാതെ അല്ലാഹു മനുഷ്യനെ പടച്ചു. ആദം നബി പടച്ചു. 2 ആണിൽ നിന്ന് പടച്ചു. മഹാനായ ആദം നബി അലൈഹി സ്വലാമിലൂടെ ഹവ്വ ബീബി പടച്ചു. ഒരു പെണ്ണ് പെറ്റതല്ലല്ലോ, ഹവ്വ ബീബി പെണ്ണ് പ്രസവിച്ചതല്ല. ആദം നബി അലൈഹി സ്വലാമിനെ സുഖലോക സ്വർഗ്ഗത്തിൽ പടച്ചിട്ട് മഹാനായ ആദം നബി സുഖലോക സ്വർഗ്ഗത്തോടെ സൗഖ്യങ്ങളെല്ലാം അനുഭൂതികളും ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മഹാനായ ആദം നബി അല്ലാഹു പറഞ്ഞു, എന്ത് തിന്നോളെ കുടിച്ചോളെ സുഖാനുഭൂതി എല്ലാം ഈ മരത്തോട് അടുക്കരുത്. ആ മരത്തോട് അടുത്തതിന്റെ പഴം തിന്നെങ്കിലും അങ്ങനെ കഴിയുന്ന കാലം ആദം നബിക്ക് എന്തോ വലിയ ആദം നബി ഒരു ശരീരത്തിലെ കട്ടിലിങ്ങനെ കിടക്കുക. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ നന്നായി ഒന്ന് ഉറക്കി. ആദം നബിയെ നന്നായി ഉറക്കിയിട്ട് പ്രിയപ്പെട്ടവരെ ആദം നബി അലൈഹി സ്വലാമിന്റെ വാരിൽ നിന്ന് ഒരു എല്ലിങ്ങോട്ട് വലിച്ചിങ്ങനെ മുറിച്ചില്ല. ഒരു എല്ലിങ്ങനെ ആദം നബിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കിയിട്ടാണോ എല്ല് നേരാക്കണതൊക്കെ ഓപ്പറേഷനൊക്കെ അങ്ങനെ തന്നെയല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു മയക്കിയിട്ടാണ് ആദം നബിന്റെ എല്ല് ഊരെടുത്തിട്ട് കണ്ടോ? ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് ഹവ്വാബിയെ സൃഷ്ടിച്ചു. 2 ആണിലൂടെ മനുഷ്യനെ പടച്ചു. ആണും പെണ്ണിലൂടെ അള്ളാഹു പടച്ചു. അത് എന്നിങ്ങനെയാണ്. ഭാര്യ ഭർത്താവിലൂടെ നമ്മളെ അള്ളാഹു പടച്ചു. 3 പെണ്ണിലൂടെ മനുഷ്യനെ പടച്ചതാണ് മഹാനായ മറിയമിലൂടെ ഈസാ നബി അലൈഹി സ്വലാം ഭർത്താവില്ലാതെ. അങ്ങനെ 4 വിധേനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. പക്ഷേ അത്ഭുതമാണ്, മഹാത്ഭുതം. റബ്ബിന്റെ ഖുദ്റത്താണ്, ലോക ദൃഷ്ടാന്തമാണ് ജനങ്ങൾക്ക്. സമയത്ത് ബക്കറ്റുമായി വരുന്നുണ്ട്. ഇന്നലെ ഏൽപ്പിക്കപ്പെട്ട കബറുകൾ, സ്വയം കാശ് വാങ്ങിയ കബറുകൾ. അൽഹംദുലില്ലാഹ് ബക്കറ്റ് ഇന്ന് ലാസ്റ്റ് ദിവസം ആർക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാങ്കേതിക്കാൻ എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നവിടെ വരണം. സംഭവലിച്ച് നമുക്ക് ലാസ്റ്റ് സമയത്ത് വായിക്കണം. മറ്റ് നിർഭരമായ ദുആ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ പങ്കാളികളാണ്. അതെല്ലാവരും അൽഹംദുലില്ലാഹ് ബക്കറ്റിലെ കാര്യമായി സംഭാവനയ്ക്ക് പ്രദാനം ചെയ്യുക. അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ കണ്ടതോടുകൂടെ മഹദിയായിരിക്കുന്ന മറിയം ബിബിക്ക് അൽഹംദുലില്ലാഹ് എന്തും സഹിക്കാൻ തയ്യാറായി. ചരിത്രകാരൻ പറയുകയാണ്, എന്തും സഹിക്കാൻ എല്ലാം അരിമൂരുന്തോമായി നാട്ടിലെത്തി ഇറങ്ങി ഞാൻ
ഭാഗ്യരേറ്റ് കണ്ടെടുത്ത് നിനക്ക് ജാലസന്ധതിയെടുത്ത് നിന്നെ കണ്ടിടല്ലേ അവര് ജീവിയാണ് ചോദ്യമില്ലേ സംസാരിക്കാൻ പ്രതിജ്ഞയായി വിട്ട് നടത്തമായി എല്ലാം ഇല്ലാവിൽ പ്രഭത്തുലാക്കി പരിവക്കുമായി നാട്ടിലെത്തി ഉമ്മയും ചെയ്തിട്ടില്ല നേരായ പാതാവർ വിട്ടിട്ടില്ല നിലവാടുയർമേയായി വന്നേതും അത്ഭുതത്തെ ചെയ്തിട്ടില്ല നേരായ പാതാവർ വിട്ടിട്ടില്ല നിലവാടുയർമയായി അത്ഭുതം വിടந்து നിന്നും വന്ന് ഭവിക്കുക ഈ വാർത്തയ്ക്ക് മാനക്കേട് തന്തലോകോട് മറിയുന്നത് എനിക്ക് ചൊല്ലാൻ മറുപടി അവരോട് ഈ പൈതലോട് ചോദിടുവാൻ ചെയ്ത് വിശാല സഹിക്കാൻ പ്രേരിതയായി നടത്തമായി എല്ലാം ഇല്ലാവിൽ തവത്തുണർത്തി നാട്ടിലെത്തി എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം മറിയം ബീവിയെ കുഞ്ഞിനെ അങ്ങോട്ട് വിടുന്നു മോനെ നമുക്ക് പോവാം ഇനിയാണ് കഥടാ ഇനിയാണ് ഉമ്മാക്ക് പരീക്ഷണങ്ങളടാ എന്തൊക്കെ സംഭവിക്കാനാവും എന്ത് സംഭവിച്ചാലും ഉമ്മ എന്റെ പൊന്നും മോന്റെ മുഖം കാണുമ്പോ അതെല്ലാം അപ്രത്യക്ഷമാകും എന്തും ഈ കുഞ്ഞിന് വേണ്ടി ഈ പൈതന് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പാപം മറിയം ദേവി ആ ഉപ്പയില്ലാത്ത കുഞ്ഞെടുത്ത് ആ കുട്ടിയെയും കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് ഇറങ്ങി വരിക അപ്പോഴേക്കും നാട്ടിലിങ്ങനെ മറിയാന കാലത്തിറങ്ങി പറയുന്നുള്ളൂ ആളെന്ന് നാട് വിട്ടിക്കണ് എങ്ങോട്ട് അറിയില്ല വേണ്ടാരേ ഒന്നും അറിയില്ലേ ഞാനിത് കണ്ടിട്ടില്ല ഞാനോട് മുണ്ടിട്ടില്ല ഇതിനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ നാട്ടിലിങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ പ്രിയപ്പെട്ടവര് ഒരു ദിവസം രാവിലെ ഇതാമത്തെ മലഞ്ചിരിയുടെ ഒരു കുഞ്ഞിനെ എടുത്തോട് മറിയും കുട്ടികൾ ആരോ കണ്ടു പെട്ടെന്ന് വിളിച്ചു മറിയ വരുന്നേ മറിയാതെ കേട്ടപ്പോ പലസ്തീനിലെ പ്രിയപ്പെട്ടവരെ കേട്ടവരെല്ലാരും സന്തോഷിച്ചു മറിയേ എല്ലാ ആളുകളും ഓടിക്കൂടി പെണ്ണുങ്ങളും വല്യമാരൊക്കെ ഓടിക്കൂടി നോക്കുന്ന സമയത്തതാ ഒരു കൈക്കുഞ്ഞുമായ വരുന്നത് ഒരു കൈക്കുഞ്ഞുമായ മറിയം വരുന്നത് ഭർത്താവില്ല കെട്ടിച്ചിട്ടില്ല ഇതിനെന്താ സംഭവിക്കാം ഇതും കൂട്ട കണ്ടുകൂടെ കൂടെ പെണ്ണുങ്ങളൊക്കെ നെഞ്ചത്തി കഴിപ്പിച്ച് മൂക്കത്ത് വെന്തിച്ച് നെറ്റിമ കഴിഞ്ഞപ്പോ ഇവിടേക്ക് ഇതേർന്ന് പണിയില്ലേ കുരുത്തം കൊട്ടോട് അങ്ങനത്തോട് മറ്റോട് മറിച്ചോട് ഞാൻ കുരുത്തം കെട്ടാണെങ്കിൽ അതുകൂടെ കെട്ടൂടെ വാക്കെല്ലാം പറഞ്ഞു പെണ്ണിങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെ പ്രിയപ്പെട്ടവരെ എന്തേ ചിന്തിക്കുന്നത് അതൊന്നും വെറുതെ പറയല്ല ഖുർആൻ കഥയാണ് അങ്ങനെ ഈസായുടെ കുഞ്ഞിനെടുത്തിട്ട് തന്റെ ജനതടുത്ത് ചെന്നപ്പോൾ അവര് പറയാ ഓ മറിയ അവരുടെ മറിയമേ ഭയങ്കര അത്ഭുതം തന്നെ പമ്പറന്നോളെ എന്റെ കാര്യം ഉണ്ടാപൂച്ച കലടക്കുന്ന എന്താ മഴ ഇവിടുന്ന് എനിക്ക് ഈ കുട്ടി കിട്ടി ഇതിന്റെ തന്റെ കടയാണ് എന്റെ പല കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്റെ മാപ്പിള പേരെന്താ ഇവിടുത്തെ അവള് മുണ്ടറക്ക മോന്റെ കുട്ടിക്ക് കൊടുക്കണ്ട അമ്പടി ഓള് സാധനം എങ്ങനെയല്ലേ അല്ലാണ്ട് വലിയ ആളാന്ന് പറയും ഇബാദത്താണ് നോമ്പാണ് ഖുർആനാന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്നില്ലേ ഇതാണ് എനിക്കെന്താ പടിയില്ലേ ഹാറൂന്റെ സഹോദരി അഥവാ ഹാറൂന് തുല്യമായവളെ ആ കാലഘട്ടത്തിൽ ഹാറൂൻ എന്ന പേര് അറിയപ്പെടുന്ന ഒരു മഹാമനുഷ്യനുണ്ടായി ഉന്നത പദവി കരകതമാക്കിയ മനുഷ്യൻ അദ്ദേഹത്തോട് ചാരിക്കൊണ്ട് വിളിക്കുക ഹാറൂന്റെ സഹോദരി ഹാറൂനോട് തുല്യമായവളെ അവരെന്തേ പറഞ്ഞറിയോ ഉമ്മയും ഉപ്പയും ചെയ്തിട്ടില്ല
നേരായ പാതാവത് വിട്ടിട്ടില്ല വിധവാടുയർന്നേജാതേരത്തെ നിന്നീലായി വന്നേതും അത്ഭുതത്തെ ചെയ്തിട്ടില്ല നേരായ പാതാവർ വിട്ടിട്ടില്ല നിലപാടുയർന്നയാലാദരിത്തേ നിന്നിലായി വന്നത് അത്ഭുതത്തെ അത്ഭുതം ഇതെന്റെ നിന്നിൽ എவ்விதം വന്ന് ഭവിച്ച് ഈ വാർത്ത കേട്ട് മാനക്കേട് ബീവിയും എടുത്ത് ബദലാകിട്ടങ്കലൊക്കരോട് മറിയമുത്ത് വയ്യ എനിക്ക് ചൊൽവ മറുപടി ഇതിനുത്തെ അവരോട് ഈ പൈതലോട് ചോദിക്കുവാൻ ചെയ്ത് ഇഷാറ ബീവി ചെയ്ത് ഇഷാറ അവര് പറഞ്ഞു നിന്റെ ഉമ്മ എങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു ബീവി ഹന്ന നിന്റെ പിതാവ് എങ്ങനത്തെ ഒരു മനുഷ്യരാമ ഇമ്രാൻ ഞങ്ങളുടെ കാതിലായിരുന്നു ഞങ്ങളുടെ വലിയ ഗുരുനാഥൻ ഉസ്താദ് ഷെയ്ഖായിരുന്നു അവരൊന്നും ഇങ്ങനത്തെ ഒരു ദുർനടപടി ചെയ്തിട്ടേ ഇല്ല എന്താണ് എനിക്ക് പറ്റിയത് ആരാടി നിന്നെ പറ്റിച്ചത് ഇതേന്നോടി എനിക്ക് പള്ളിന്റെ അടുത്തുള്ള റൂമിൽ പണിണ്ടായിരുന്നത് പെണ്ണിങ്ങനെ പലതും പറയാൻ തുടങ്ങി പിന്നാലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറിയം ചെയ്തറിയോ കുട്ടിയുമായിട്ട് മെല്ലെ 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 പോയിട്ട് തന്റെ വീട്ടിലേക്ക് നേരെ കയറി ഒരു തൊട്ടി കെട്ടിയിട്ട് കുട്ടീനെ പറഞ്ഞോട്ടെ മാട കുട്ടിയോടെ കടക്കിട്ടോ കുട്ടിനവിടെ കിടത്തി പെണ്ണുങ്ങളും ആൾക്കാരൊക്കെ മുറ്റത്ത് ഇങ്ങനെ തടിച്ചു കുടിക്കുക പല അഭിപ്രായം പറയണം പലരും പറഞ്ഞു താത്ത നമ്മളൊക്കെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം ഓണം മോന്റെ കുട്ടിയുടെ ചോദ്യം ഓരത്തണം നാളെ മറുപടി ഞാൻ കാണിച്ചു കൊടുത്ത മോളെ മോളെപ്പോ എന്ന് പറഞ്ഞു ചില വയസ്സത്തെ പെണ്ണുങ്ങളെ കയറി അങ്ങനെ ഉണ്ടല്ലോ ഓരങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി മറിയം ബി ഒരു ഭാഗത്തിരിക്കുക കുട്ടി തൊട്ടിങ്ങനെ കിടക്കുക ആ സമയത്ത് മറിയം ബിയോട് ചോദിച്ചു കുട്ടബന്ധാരൻ എങ്ങനെ കുട്ടിനകത്ത് ജാഗ്രത ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പറയാൻ ഞാൻ പറഞ്ഞിട്ട് കറക്കുക അവര് വേദനിപ്പിക്കാൻ നോക്കുമ്പോ മഹതിയായ മറിയം ബീവി പറഞ്ഞു അവരെ ഉപദ്രവിപ്പോ പറഞ്ഞു ഞാൻ ഇതൊന്നും നോമ്പാണ് നിങ്ങളെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ നോമ്പ അന്റെ നോമ്പ് ഗുരുത്തക്കെല്ലാം കാട്ടിന് കുറെ നോമ്പെടുക്കാൻ ആ സമയത്ത് പറയും ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചോളൂ കുട്ടിന്റെ ബാപ്പാരാന്ന് കുട്ടിയോട് ചോദിച്ചോളൂ അവർ ഒന്നളകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാടു കൈപ്പൻ തൊട്ടിൽ കിടക്കുന്ന ചോരപ്പനും ഞങ്ങളത് ചോദിക്കാൻ ആ കുട്ടി എന്ത് പറയാനാണ് പറയണം എന്നെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ പെട്ടെന്നത് അവർ വിടികേൽക്കുന്നു പെട്ടെന്നൊരു അശരീരി പോലെ വിളികേൽക്കുകയാണ് ആ കുട്ടി ഇങ്ങനെ ഇളവുകയാണ് കുട്ടിയിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുകയാണ് എന്റെ ഉമ്മാനെ ഉപദ്രവിക്കണ്ട എന്റെ ഉമ്മാനെ ചോദ്യം ചെയ്യണ്ട എന്റെ ഉമ്മാട് ഒന്നും ചോദിക്കണ്ട ഞാൻ ആരായെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ അള്ളാന്റെ അടിമയാണ് ആരാ പറയുന്നത് ചോര പൈതനാണ് പറയുന്നത് ഈസാ എന്ന കുട്ടിയാണ് പറയുന്നത് കുട്ടിയിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് അടിമയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവാചകനായിരിക്കുന്നു അള്ളാഹു എനിക്ക് വേദഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നു മാത്രമല്ല ഞാൻ എവിടെയായി
എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതരാക്കിയിരിക്കുന്നതോടുകൂടെ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിസ്കാരം കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ നോമ്പ് നോക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ ഈസാ എന്ന കുട്ടി തൊട്ടിൽ കണ്ട് വിളിച്ചു. പെണ്ണുങ്ങളൊക്കെ ആകെ അമ്പരുന്നു, പെണ്ണുങ്ങളൊക്കെ ആകെ പേടിച്ചു. കാരണം തൊട്ടിയ കിടക്കണ കുട്ടിയ വർത്താനം പറയുന്നത് വർത്താനം പറയാനായിട്ടില്ല. ചരിത്രകാരൻ പറയുന്നത് ഈ കുഞ്ഞിനെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിച്ചു. പിന്നെ തൊട്ടിൽ വെച്ച് സംസാരിച്ച ചില കുട്ടികളിൽ അതിലൊന്നാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ ആ കുട്ടി സംസാരിച്ചിട്ടില്ല. പിന്നെ സംസാരിച്ചത് സാധാരണ നമ്മളൊക്കെ കുട്ടികൾ സംസാരിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം ആകുമ്പോഴേ പിന്നെ ഈസാ നബി സംസാരിച്ചിട്ടുള്ളത്, അതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ തൊട്ടിനെ കൊണ്ട് സംസാരിച്ചപ്പോൾ അത്ഭുതം ഉരത്തിഷാറ ചെയ്തപ്പോൾ ഉരയുന്നുണ്ട് കരയാൻ മടിയിൽ കിടക്കും പൈരിൽ അതിനോടണ്ട് പറയാൻ നീതികളായി കരുതിടണ്ട അറിഞ്ഞോ ഇത് പൈതേരിന്നുടമയാര മര്യാദക്ക് പറഞ്ഞോ ചെയ്ത പുള്ളി ഉരയുന്നെങ്കിൽ കഥയായ മടിയെ കിടക്കും പൈതൽ അതിനോടെന്തേ പറയാൻ വിധികളായി കരുതിടണ്ടാറിഞ്ഞു ഇനി പൈതലിനുടമയാര മര്യാദക്ക് പറഞ്ഞു. കരുത്ത് നേരം നബിയുള്ളവൻ സകലോടും കേട്ടിടുവാൻ കരുത്തിലുള്ള ചെയ്ത പുള്ളി കടയാ ഉണിമടിയിൽ കിടക്കും പൈതൽ അതിനോടെന്തേ പറയാ കരുതിടണ്ടാറിഞ്ഞോ ഇത് പൈതലിനുടമയാരൊക്കെ പറഞ്ഞു. കരുത്ത് നേരം നബിയുള്ളവൻ സകലോടും കേട്ടിടുവാൻ കരുത്തിലുള്ള കടയാനെ നിരക്ക് നല്ല വടിവായി പെരിഞ്ഞു കരുണയും ചെയ്യും ചെയ്വവൻ താൻ ഉറത്തതായ വചനം കേട്ട് കരുത്തിലോകടവേ ഭൂമിയിലെ വാസ്തവം ഇരുന്ന ജപാകിടവേ ചെയ്ത ഭൂമി ഉലയും നിന്റെ കഥയായ മടിയിൽ കിടക്കും പൈതൽ അതിനോട് പറയാ. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും പേടിയായി, എല്ലാവർക്കും ബേജാറായി. കാരണം എന്താണ്? തൊട്ടിയുടെ കുട്ടി സംസാരിക്കും. മറിയമിനെ ചീത്ത പറഞ്ഞ പെണ്ണുങ്ങളെ വല്യന്മാര് കാരറ്റുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വടിയാൻ തുടങ്ങി. എല്ലാരും ഇങ്ങനെ പുറത്ത് പോയിട്ട് താടിക്ക് കജ്ജും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ പോലെ ഇജ് കേട്ടോ കുട്ടി വർത്താനം വന്നത്? ആ ഞാൻ കേട്ടു. നമ്മള് വിചാരിച്ചു പോലും അല്ല, ഇത് റബ്ബിന്റെ കുതിരത്താണ്. അത്ഭുതമുണ്ട്. അല്ലാ ഞാൻ ഇനി ഓടെ ഒന്നും പറയില്ല പൊന്നാരെ. അത് ഏറ്റെടുക്കുക എന്നെയുണ്ടാവൂല. സൗകളോളെ കുറ്റം കിട്ടുമെന്ന് പറഞ്ഞില്ല. അപ്പ പറഞ്ഞാൽ അപ്പ കുട്ടി വർത്താനം പറഞ്ഞിട്ടില്ല. അപ്പൊ കുട്ടി വർത്താനം പറഞ്ഞാൽ ഞാൻ പതിനല്ലേ പറഞ്ഞത്. ഓരോരുത്തർക്കും കുറ്റബോധമുണ്ടായി, അവർക്ക് അത്ഭുതം ഉണ്ടായി. കണ്ടോ? കേട്ടപ്പോളോതണ്ട് മറിയമ്മ അവരുടെ ചെയ്ത പാടിയെല്ലാം അവരുടെ ചെയ്ത പാടിക്കല്ല ദശരവതുണ്ടേ അതിമത സ്നേഹം പാവിത്തേറ്റം മഹതിയിൽ വന്നേറ്റം മറിയതിൽ ബഹുമതിയേറി സ്നേഹമതേറി കൂട്ടിയിൽ ഏറ്റം പണിയതുമാ
കണ്ടിരുന്നേ കഥയത് കേട്ട് പോലുണ്ട് അവരുടെ നാഗേ വീരച്ചുണ്ട് ഫലം മകനുണ്ട് മറിയമേ അവരുടെ ചെയ്ത പാടിക്കല്ല എല്ലാവർക്കും ഭയങ്കര സങ്കടായി. ഒരു കാലഘട്ടത്തിൽ ഒരു അവസരത്തിൽ 8-10 മാസങ്ങൾക്ക് മുമ്പ് അവരുടെ കണ്ണിലുണ്ടിയായിരുന്ന കണ്ണിന്റെ കഷ്ണമായിരുന്ന അവരെ എല്ലാമായിരുന്ന ആ മറിയമ്മൻ അതേ ബഹുമാനത്തിൽ പ്രിയപ്പെടുകയും അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. ആ കുട്ടിനെയും മറിയമ്മിനെയും അവർ നോക്കാൻ തുടങ്ങി. പാല് കൊടുത്തുകൊണ്ടും ഭക്ഷണം കൊടുത്തുകൊണ്ടും അൽഹംദുലില്ലാഹ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. കുട്ടിനെ താരാട്ടുപാട്ട് പാടാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് കുഞ്ഞ് കരയുന്ന സമയത്ത് മറിയം അല്ലടിക്കുക, മറ്റുള്ളവരൊക്കെ വന്നിട്ട് അൽഹംദുലില്ലാഹ് കുഞ്ഞിനെ താരാട്ടുപാട്ട് പാടും. മെല്ലെ ചെന്ന് പിടിച്ച് പക്ഷി കോകിലയില്ല സോകത്തിനും എന്തിന്റെ അതെന്നെ എന്റെ മൃഗങ്ങള് പള്ളിക്കാളെയും പിന്നെ ഉറങ്ങൂറങ്ങാരീരാരോ കുഞ്ഞേരൂറങ്ങൂറങ്ങി ഉറങ്ങൂറങ്ങാരീരാരോ അല്ലയോ ആദൻ നബി നിങ്ങളോടള്ള പറഞ്ഞതല്ലേ ഇമ്മാരത്തിന്റെ പണം ഭക്ഷിക്കരുതെന്തോരത്തേരില്ലേ കുഞ്ഞേരൂറങ്ങൂറങ്ങി ഉറങ്ങൂറങ്ങാരീരാരോ കുഞ്ഞേരൂറങ്ങൂറങ്ങി ഉറങ്ങൂറങ്ങാരീരാരോ മെല്ലെ ചെന്നേ പാരിച്ച് പക്ഷി കോകിലും എല്ലാ സോകത്തിനും എന്തിന്റെ ആദിന്നെ എന്റെ മൃഗങ്ങള് തള്ളിക്കാളഞ്ഞേ കുഞ്ഞേരൂറങ്ങൂറങ്ങി ഉറങ്ങൂറങ്ങാരീരാരോ കുഞ്ഞേരൂറങ്ങൂറങ്ങി ഉറങ്ങൂറങ്ങാരീരാരോ ശ്രവണസുന്ദരമായ ശൈലിയിൽ ആ കുഞ്ഞിനെ താരാട്ടുപാട്ട് പാടിക്കൊണ്ട് മറിയും ബീവിയും പ്രിയപ്പെട്ടവരെ മറ്റുള്ള ആളുകളും ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. ഇവിടെ ഇന്നലെ മിനിഞ്ഞാതൊക്കെ സംഭാവനകൾ അത് വായിച്ചിട്ടില്ല. ചിലതൊക്കെ ഭാഗ്യമായി വായിച്ചു, ചിലത് വായിച്ചിട്ടില്ല. ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ സാധു സംരക്ഷണം പാവങ്ങളെ അൽഹംദുലില്ലാഹ് ഇവര് നല്ലൊരു കമ്മിറ്റികളുണ്ടല്ലോ. മെയിൻ കമ്മിറ്റി ഉണ്ട്, അതിന്റെ കീഴിൽ യുവജന സംഘമുണ്ട്. അപ്പൊ അവരൊക്കെ അൽഹംദുലില്ലാഹ് കഴിവിന്റെ പരമാവധി നമ്മുടെ മഹല്ലിലെ പാവങ്ങളെ തിരഞ്ഞെടുത്ത് നോക്കി സഹായിക്കും. വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ അല്ല അവര് സഹായിക്കുന്നത്. നമ്മുടെ മഹല്ലിൽ അവർക്ക് ബോധ്യപ്പെട്ട പാവപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് അവര് സഹായിക്കും. അൽഹംദുലില്ലാഹ് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇൻഷാ അല്ലാഹ് ചെറിയൊരു പദ്ധതി നിങ്ങളൊന്ന് സഹകരിക്കുക. എങ്ങനെ മാസത്തിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു 500 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഇവര് ആസൂത്രണം ചെയ്യുന്നത്. 500 പേര് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പദ്ധതി. അങ്ങനെ വരുമ്പോ
അങ്ങനെ വരുമ്പോ ഒരു 30ഓളം പേര് അങ്ങനെ കൊടുക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, ഈ മഹത്തായ സദസ്സിന് വെച്ച് മാസത്തിൽ ഒരു 500 രൂപ ഒരു 30 പേര് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന നല്ല നെയ്യത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു മഹത്തുള്ള കാര്യം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തിൽ നിന്ന് മാസം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു 500 രൂപ മാറ്റി വെക്കും. അൽഹംദുലില്ലാ, അതിന് ഒരു 30 പേര് ഒരു വർഷത്തേക്ക് 6000 രൂപ മാസം നിങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് 6000 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാം. ഏറ്റവും നല്ലത് മാസം 500 കൊടുക്കുകയാണെങ്കിൽ വലിയ വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾക്ക് 2000 കൊടുക്കാൻ കഴിയും, കൊടുത്തിട്ട് ബാക്കി 4000 പിന്നെ കൊടുത്താൽ മതി. ഒരു വർഷത്തിൽ അൽഹംദുലില്ലാ ഒരു വരിസംഖ്യ മോഡൽ പരിശുദ്ധമായ സദസ്സെന്ന് ഒരു 30 ആൾ ഏറ്റെടുത്താൽ അത് വലിയൊരു മഹാഭാഗ്യം. അതിന് അൽഹംദുലില്ലാ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഏറ്റെടുത്താൽ ഇന്നത്തെ ദുആയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഭാരവാഹികൾ എവിടെയാണ്, നമ്മുടെ വളണ്ടിയർമാർ എവിടെയാണ്? അപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീകൾക്കും അൽഹംദുലില്ലാ പുരുഷന്മാർക്ക് അതിന് പങ്കാളികളാകാൻ വലിയ ഭാഗ്യം. പാവപ്പെട്ടവർക്ക് ഒരു 500 രൂപ മാസം. നമ്മൾ എത്ര പച്ചക്കറി കഴിക്കുന്നുണ്ട്, എത്ര മീൻ വാങ്ങുന്നുണ്ട്, എത്ര ഇറച്ചി വാങ്ങുന്നുണ്ട്, ഇതൊന്നും വാങ്ങാൻ കഴിവില്ലാതെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരെണ്ണം വാങ്ങട്ടെ, അല്ലെങ്കിൽ മരുന്ന് വേണ്ടി ഉപയോഗിക്കട്ടെ. ഇത്രയും കാശുകൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ഒരു 500 രൂപ അത് അവർ ചോദിക്കും. ഒരു 500 രൂപ അൽഹംദുലില്ലാ തൊഴിലുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 30 പേര് ഏറ്റെടുത്താൽ ഒരു വർഷത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരാൾ അല്ലേ ബാറക്കല്ലാഹ് പേരുകൾ എഴുതിക്കോളൂ. അൽഹംദുലില്ലാ റബ്ബ് സ്വീകരിക്കട്ടെ, ഇതിലുള്ള പ്രതിഫലം കൊടുത്ത് കനിഞ്ഞരുളട്ടെ, ഹതീം നബിയുടെ റോളയെ കാട്ടട്ടെ, അതിലുള്ള തൗഫീഖ് അല്ലാഹ് നൽകിയിടട്ടെ. കരുണാവാരിദായ റബ്ബേ, ഞാനിത് പറഞ്ഞപ്പോൾ സഹോദരിയും ഇതാ ഏറ്റെടുത്തിരിക്കുകയാണ്. 30 പേരെ ഞാൻ ചോദിച്ചു. അൽഹംദുലില്ലാ മാസത്തിൽ 500 രൂപ നീ കൊടുത്തതായ ധനത്തിൽ നിന്ന് അവർ കച്ചവടം ചെയ്തുകൊണ്ടോ ജോലിയോ പഠിച്ചവനെ ലഭിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് ഒരു 500 രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി ആ വീട്ടുകാർ മാറ്റി വെക്കുമ്പോ ആ വീട്ടുകാരെ നീ ദാരിദ്ര്യത്തിൽ നോക്കി കൊല്ലില്ല അല്ലാ, പട്ടിണി കിടത്തല്ല അല്ലാ, ഇത് നിമിത്തം അവർക്ക് ബർക്കത്ത് നൽകണമെന്നല്ല. ആരാണോ ഇതിൽ പങ്കാളികളാവുന്നത് അവരെ ബിസിനസ്സിൽ കച്ചവടത്തിൽ ജോലിയിൽ ബർക്കത്ത് നൽകണമെന്നല്ല. ദുർമരണം ആ വീട്ടിൽ കൊടുക്കല്ല അല്ലാ, സദഖ റദ്ദുൽ ബലായ ആ കുടുംബത്തിൽ ആരെയും ആക്സിഡന്റിൽ കൊല്ലല്ല അല്ലാ, ക്യാൻസർ രോഗം കൊടുക്കല്ല അല്ലാ, വ്യക്തിസംബന്ധമായ വീക്കൻസ് കൊടുത്തുകൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ട ഗതിയിലേക്ക് നീ എത്തിക്കല്ല അല്ലാ. ഇതിൽ പങ്കാളികളാകുന്നവര് നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ലാസ്റ്റ് വസിയ 30 ഒരു സഹോദരി അൽഹംദുലില്ലാ ഏറ്റിട്ടുണ്ട് ഒരു വർഷത്തിന്, അല്ലേ? ബാറക്കല്ലാഹു വലനാവല. അൽഹംദുലില്ലാ സഹോദരിയുടെ പേരും അഡ്രസ്സൊക്കെ നിങ്ങൾ എഴുതിക്കോളിട്ടാ. പേരും കാരണം ഒരനുഭവം അങ്ങനെ പേരിലൊക്കെ നിങ്ങൾ കൊടുക്കണം, ഇവിടെ പറയണമെന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അവിടെ പുരുഷന്മാരെത്രയായി? ഒരു 30 ആള് വേഗം. മറ്റൊരു സഹോദരി ബാറക്കല്ലാ, 2 സഹോദരി പേനാറ്റിക്ക 2 സഹോദരി, ഒരു 3 ആണുങ്ങൾ 3 ആയി. അൽഹംദുലില്ലാ ആണുങ്ങൾ 3 ആയി, പെണ്ണുങ്ങൾ 2 ആയി. അൽഹംദുലില്ലാ 5 ആയി. 25 ആള് ഒരു 25 ആളുണ്ട്. അൽഹംദുലില്ലാ പുണ്യ സഹോദരികളെ ഒരു 500 രൂപ നമ്മൾ ഒരു ദിവസം ഒരാഴ്ചക്കുള്ള പച്ചക്കറിക്കുള്ള കാശ് മാത്രം കൊടുത്തു. മറ്റൊരു സഹോദരി അൽഹംദുലില്ലാ 3 സഹോദരിമാരായി. മറ്റൊരു സഹോദരി അൽഹംദുലില്ലാ ആണുകൾ 3 പെണ്ണുങ്ങൾ 3. ബാറക്കല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സദസ്സ് കൊണ്ട് അങ്ങനെ മുതൽ കൂടെ ബാക്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കും. മാസം ഒരു 500 രൂപ, മാസം 500 എന്താണ്? അൽഹംദുലില്ലാ. കല്ലിങ്കൽ ഹംസ കല്ലിങ്കൽ ഹംസ ഒരു വർഷത്തിലേക്ക് ബാറക്കല്ലാഹ്. കല്ലിങ്കൽ അലി എന്ന സുഹൃത്ത് ഒരു വർഷത്തിൽ ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാ. ഈ 3 പെണ്ണിൽ ആണുങ്ങൾ ആദ്യം പറഞ്ഞ 3 പെടൂല. അപ്പോൾ 5 ആണുങ്ങളായി. അൽഹംദുലില്ലാ 5 ആയി. അടുത്തത് പെണ്ണുങ്ങളെ ഭാഗത്ത് പെണ്ണുങ്ങൾ സഹോദരിമാരൊന്ന് സഹകരിക്കല്ല. അൽഹംദുലില്ലാ വേഗം പറയുമ്പോൾ സമയം കളയണ്ട, നമുക്ക് ദുആ ചെയ്യാൻ.
മുഹമ്മദ് കുട്ടി ഒരു വർഷത്തിൽ ഏറ്റിട്ടുണ്ട്. ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. ബാറക്കല്ലാഹ് അൽഹംദുലില്ലാഹ്. 3 സഹോദരിമാർ, വീണ്ടും 3 സഹോദരിമാർ. ബാറക്കല്ലാഹ് അൽഹംദുലില്ലാഹ്. 6 പെണ്ണുങ്ങളായി. ബാറക്കല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം അൽഹംദുലില്ലാഹ് നമ്മുടെ മുഹമ്മദ് കുട്ടി സാഹിബ് നിറവേറ്റി. ബാറക്കല്ലാഹ്. അല്ലാഹു യാതൊരു തടസ്സം കൂടാതെ, ഒരു തട്ടും തടസ്സം കൂടാതെ മാസം അൽഹംദുലില്ലാഹ് നമുക്ക് 500 രൂപ നിഷ്പ്രയാസം കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബേ. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് നൽകണേ റബ്ബേ. പടച്ചോനെ നീ നൽകി അനുഗ്രഹിക്കണം. അത് നിമിത്തം അവരുടെ കുടുംബത്തിന്റെ ക്ഷേമൈശ്വര്യം കൊടുക്കണേ റബ്ബേ. അവരെ പട്ടിണി കിടല്ല റബ്ബേ. അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഇതാ 500 രൂപ. ഉദ്ഘാടനം ചെയ്ത 500. ബാറക്കല്ലാഹ്. മേലേരിൽ സലീം എന്ന സുഹൃത്ത് ഒരു വർഷത്തേക്ക് ബാറക്കല്ലാഹ്. ആണുങ്ങൾ 6 ആയി. ആണുങ്ങൾ 6, പെണ്ണുങ്ങൾ 6, 12 ആയി. 12 പേരായി. 18 പേരും കൂടെ താമസം കിട്ടും. ഇനി ഒരു 18 പേരും കൂടെ ആവശ്യമുണ്ട്. ഒരു വർഷത്തേക്കാണ് ഇൻഷാല്ലാഹ്. പിന്നെ അടുത്ത വർഷത്തേക്ക് ഇൻഷാല്ലാഹ് നമുക്ക് അല്ലാഹ് തൗഫീഖ് ചെയ്താല് ആയുസ് മാറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വല്ല വയലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇൻഷാല്ലാഹ് അതൊക്കെ തട്ടിമുട്ടി നടന്നോളൂ ഇൻഷാല്ലാഹ്. ഒരു വർഷത്തിലാണ് 6000, മാസം 500 വെച്ചിട്ടുള്ളൂ. 500 വെച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇൻഷാല്ലാഹ്. ഒന്നാണ് പറഞ്ഞോളൂ. പറഞ്ഞാൽ കിട്ടും. നമുക്കറിയാം കിട്ടും ഇൻഷാല്ലാഹ്. നമ്മൾ എത്ര കാശ് ഇതാക്കുന്നുണ്ട്. ജലദോഷം പിടിച്ചാൽ നമുക്ക് വേണം 4 ചില്ലാൻ 500. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തിന് കിട്ടുന്ന 500 രൂപ കൊടുക്കും. കിട്ടും ഇൻഷാല്ലാഹ്. ഒന്നിന് പങ്കാളികളായി. ഒരു 5 മിനിറ്റോടെ സമയം കാണാൻ ഒന്ന് പങ്കാളികളായി. ഓരോ എത്ര സ്പീഡ് പോരാ. എവിടെ സ്ത്രീകളുടെ ഭാഗത്തുള്ള ആളുകള് വേവരി പെട്ടെന്ന് വരും. പെട്ടെന്ന് വരും. സഹോദരി അൽഹംദുലില്ലാഹ്. അപ്പൊ 7 സഹോദരിയായി. ബാറക്കല്ലാഹ് അൽഹംദുലില്ലാഹ്. 7 3 സഹോദരി അൽഹംദുലില്ലാഹ്. 10 ആയി. ബാറക്കല്ലാഹ്. 10 സഹോദരിമാർ. ബാറക്കല്ലാഹു ഫിനാവരുഹും റബ്ബേഹു വർക്കതൽ. മറിയം ബീവിന്റെ പിന്നണികളാണ്. മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത് ആണുങ്ങൾ 6 ആയിട്ടുള്ളൂ. 10 പെണ്ണുങ്ങൾ. ബാറക്കല്ലാഹ്. അല്ലാഹ് ഇതിന് ബദൽ മറിയം ബീവിയോടുകൂടെ പാവപ്പെട്ട മറിയം ബീവി, പാവപ്പെട്ട സഹോദരികൾ അല്ലാഹുവേ അവരെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണം. അല്ലാഹ് സ്വർഗം കൊടുക്കണേ. അല്ലാഹ് പടച്ചോനെ സ്വർഗത്തിന് വേണ്ടി, അതിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അതിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നീ സ്വീകരിക്കണേ, പാഴാക്കി കളയല്ല. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹ്. ഭർത്താക്കന്മാര് ഗൾഫുള്ള പെണ്ണുങ്ങളൊക്കെ ആരും ഒഴിവാക്കി. നിങ്ങളോട് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ഏറ്റിട്ടുണ്ട് മാസം 500 രൂപ കൊടുക്കാൻ. അൽഹംദുലില്ലാഹ്. ആരും എതിർപ്പ് പറയുന്നത് 16 ആളായിട്ടുള്ള 14 ആൾ കൂടെ മതി. ഒരു 14 ആളും കൂടി കിട്ടാതെ ഞാൻ എങ്ങനെ 500 അള്ളാഹുവേ 30 പേരെ കിട്ടാൻ കിട്ടുമോ? അൽഹംദുലില്ലാഹ്. സഹോദരികളെ, സമയം കളയണം. നിങ്ങൾ ആലോചിക്കേണ്ട അങ്ങോട്ട് കൊടുത്തൂട്. അതിന്റെ വക 500 അത് കൊടുത്തൂട്. ആലോചിക്കാൻ നിന്നാലോ കിട്ടുന്നത്. ആ ഇബ്ലീസ് ഇങ്ങനെ പെരിയിൽ വേണോ വേണ്ടേ, കൊടുക്കണ്ടേ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴേക്ക് അങ്ങോട്ട് പറഞ്ഞോളൂ. പെട്ടെന്ന് അവരെ ഓവർടേക്ക് ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സദഖ. ഇല്ലായ്മ കൊടുക്കുക ഏറ്റവും വലിയ സദഖ. അതെ, എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് നിങ്ങൾ പറയുന്നത്. നല്ലൊരു ഉപായമാണ്. ഒരു ഉദാഹരണമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോ എന്റെ 500 രൂപ ഉണ്ട്, എനിക്ക് യാതൊരു വിഷമം വരും എന്നുള്ള നിയ്യത്തിന് കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഞാൻ കൊടുക്കഞ്ഞ് 14 ആൾ കൂടി വേണം. 6 ആണുങ്ങളായിട്ടുള്ളൂ. ആണുങ്ങൾ 6 ആളായിട്ടുള്ളൂ. ആരെങ്കിലും കൈയോട് കാണിച്ചാൽ അവിടെ ആളെ വിടാം. ഒന്ന് കൈയോട് എവിടെ നമ്മുടെ ആൾക്കാരൊക്കെ പറയുങ്ങളെ പടച്ചോനെ 6 ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ പൂർത്തിയാക്കേണ്ടി വരുന്നതൊക്കെ തോന്നുന്നത്. അവര് കൊടുക്കും. ഇൻഷാ അല്ലാഹ്. എന്താ വല്ല കാര്യമുണ്ടോ? അൽഹംദുലില്ലാഹ്. വേണ്ടി നിങ്ങൾ വരുന്ന നമുക്കൊരു സമാധാനം. എവിടെ സ്ത്രീകളുടെ ഭാഗത്ത് പോയ ആളവിടെ റാഷിദ നാസർ എവിടെയാണ്? 2-3 വായിച്ചത്. അതിനെ വായിക്കാത്ത ഏതാണ്? ഒക്കെ വായിക്കല്ലേ? അപ്പൊ എത്ര ടോട്ടൽ? 30. 2 ആൾ വരെ ടോട്ടൽ 30. നമുക്ക് എങ്ങനെ അറിയാം? അറിയാലേ? ഒരു സഹോദരനും ഒരു സഹോദരി. ഒരു സഹോദരൻ അല്ല, ഞാൻ വിചാരിച്ച സഹോദരിമാരുടെ ഭാഗത്ത് സഹോദരൻ പോയിരിക്കുന്നത്. ഒരു സഹോദരി. ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ പെണ്ണുങ്ങൾ 11, ആണുങ്ങൾ 7. ഇവിടെ 2 സഹോദരന്മാരപ്പോ 9 ആയിങ്ങളെ. ഒരു വർഷത്തേക്ക് തന്നെ, അല്ലാതെ എടുക്കുന്നില്ല.
9, 11, 20, 20. ഒരു 10 ആൾ കൂടി, ഒരു 10 ആൾ കൂടി വെച്ചോളൂ. ഒരു 10 ആൾ കൂടി, വേഗം ഒരു 10 ആൾ കൂടി. കഴിഞ്ഞ റാഷിദ് വരുന്നുണ്ട്. അൽഹംദുലില്ലാ. ഒരു സഹോദരി ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാ. 12. ഇനി 12 9 എത്രയായി? 21 9 ആള്. അത് കിട്ടിയിട്ട് വരക്കല്ലേ നമുക്ക് 9 ആളെ കുറവിട്ട് ഞാൻ കൊണ്ട് പോകണം. ഒരു 9 ആള് കൂടി. പെണ്ണുങ്ങളെ ഉണ്ടാട്ട് പെണ്ണുങ്ങളെ കേൾക്കണേ. നിങ്ങളെ പെണ്ണാണെന്നുള്ള നിങ്ങളെ പെണ്ണാണെന്നുള്ള നിലവ് മനസ്സിലേക്കണേ. അമ്മയുണ്ട് ഈമാനുള്ളിലോർക്കണേ. മുണ്ടെന്ന ബാക്കി പോലെ കാര്യമില്ല. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹ്. ഉടച്ചവനെ ആ 2016 നമ്മുടെ പരിപാടി വെച്ചപ്പോ എന്തായിരുന്നു ആവേശം, എന്തായിരുന്നു ഉഷാറില്ലേ. അത് കണ്ടിട്ട് വന്നാ ഞാൻ ഉടച്ചവനെ മക്കളെ നല്ല കുട്ടികളല്ലേ. 9 പേരും കൂടെ റാഷിദേ അതിനെ കുറിച്ചിട്ട് എന്തേ ഒന്നും നേരിൽ പാടായി. 9 പേരും കൂടി നമുക്ക് സമയങ്ങളുണ്ട്. അക്ബറുമായി ഇവിടെ ഹംസ പരപ്പൻകാട്ടിൽ 500 വെച്ചിട്ട് ഒരു വെള്ളത്തിന്. അതുപോലെ കല്ലിങ്കൽ അലി, പരപ്പൻകാട്ടിൽ അബ്ദുള്ള, മുഹമ്മദ് കുട്ടി, സണ്ണോപ്പി യൂസുഫ്, മൂസ കുണ്ടളിയിൽ മൂസ, അതുപോലെ തന്നെ സെയ്താലിക്കുട്ടി കുന്നത്ത്, ചെറിയപുറത്ത് കോക്കര്, പരപ്പൻകാട്ടിൽ ആലിഫ്. ഇവരെ കഴിയപ്പെട്ട അവിടെ കഴിഞ്ഞ 30 കഴിഞ്ഞു. അവിടെ ചേർന്നുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയുന്നത് അവിടെ 3 പെണ്ണുങ്ങളുണ്ടല്ലോ. നോക്കി ഒരു കറുത്ത പർദ്ദ അപ്പുറത്ത് ഒരു താത്തണ്ടല്ലോ അവിടെ. നോക്കിയൊക്കെ പോയ ഒന്ന് വെറുതെ പറയുക സമയം കട കഴിഞ്ഞോ? 30 കഴിഞ്ഞോ? നോക്കിയിട്ടുള്ള ലിസ്റ്റിൽ 30 കഴിഞ്ഞോ? നോക്കി എത്ര ആൾ കുറവുണ്ട് ഇവിടെ? വായിക്കാത്ത 2 3 ആൾ കൂടെ പെട്ടിട്ടുണ്ടാവും. അധികം ഉണ്ടാവില്ലെന്നൊക്കെ തോന്നുന്നത്. 30 കഴിഞ്ഞു നോക്കി. 30 കഴിഞ്ഞു നോക്കി. അതിന് ലിസ്റ്റ് വായിക്കാൻ പറ്റില്ല. അൻവർ കുറ്റിക്കോട് 500 രൂപ. അതെ ഈ ലിസ്റ്റ് വായിക്കാൻ ഇരിക്കാൻ പറ്റുന്നു. പ്രിയമുള്ളവരെ, മരിച്ച കുടുംബങ്ങളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി ഒരു തെൽബുക്ക് സംഭാവന. മരിച്ച ഉപ്പയുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. മരിച്ച ഉപ്പാക്കും കുട്ടിക്കും വേണ്ടി ദുആ ചെയ്യാൻ മുറാദ് ഹാസിലാകാൻ 500 രൂപ. ഒരു AK നാസർ 1 വർഷത്തേക്കുള്ള സംഭാവന ഏറ്റിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 500 രൂപ. മരിച്ചവരുടെ വീട് പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി 1001 രൂപ. ഒരു സഹോദരി കുട്ടിയുടെ അസുഖം ഭേദമാകാൻ 1000 രൂപ. ഒരു സഹോദരൻ മരിച്ചവരുടെ പേര് ദുആ ചെയ്യാൻ 500. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ ഒരു കുട്ടി തേങ്ങ. ഒരു സഹോദരി ദുആ ചെയ്യാൻ 100 രൂപ. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ 500. ഒരു സഹോദരി മരിച്ച കുടുംബങ്ങളുടെ പേര് ദുആ ചെയ്യാനും കടം വീടാനും ദുആക്ക് 500 രൂപ. മരിച്ച ഉപ്പ ഉമ്മ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ മുറാദ് ഹാസിലാകാൻ 250 രൂപ. ഒരു സഹോദരൻ മരിച്ച ഉമ്മയുടെയും അമ്മോഷന്റെയും പേര് ദുആ ചെയ്യാൻ 200 രൂപ. ഒരു സഹോദരി മരണപ്പെട്ടവരുടെ പേര് ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരി മുറാദ് ഹാസിലാകാൻ 200 രൂപ. ഒരു സഹോദരി മരണപ്പെട്ടവരുടെ പേര് ദുആ ചെയ്യാൻ 200 രൂപ. ഒരു സഹോദരൻ എല്ലാ മുറാദും ഹാസിലാവുന്നതിന് വേണ്ടി 100 രൂപ. ഒരു സഹോദരൻ ദുആക്ക് 1000 രൂപ. മരിച്ച വല്ലിപ്പാക്കും എളാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരൻ അസുഖം ഭേദമാകാനും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. മരണപ്പെട്ട വാപ്പ മകൻ പേര് ദുആ ചെയ്യാൻ 500 രൂപ. മക്കൾക്ക്
+1 സീറ്റ് കിട്ടാനും പരീക്ഷയിൽ വിജയിക്കാനും വേണ്ടി ഒരു സഹോദരൻ സംഭാവന. ഒരു സഹോദരൻ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ചായയും കടിയും. ഒരു സഹോദരി മുറാദ് ഹാസിനാകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 13 രൂപ. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 70 രൂപ. ഒരു സഹോദരൻ 100 രൂപ. ഒരു സഹോദരി മരിച്ചവരുടെ പേര് ദുആ ചെയ്യാൻ കണ്ണിന്റെ കാഴ്ച ലഭിക്കുവാനും 100 രൂപ. ഒരു വിദ്യാർത്ഥി ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. ഒരു സഹോദരൻ ദുആക്ക് 500 രൂപ. പാരക്കുറിശി ബഷീർ 1100 രൂപ. ഒരു സഹോദരൻ 200 രൂപ. ഒരു സഹോദരി 100 രൂപ. ഒരു സഹോദരി 100 രൂപ. NP മുത്തു 500 രൂപ. കടം വിടാനും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒരു നെയ്യ് ദീർഘായുസ്സിന് മുറാദ് ഹാസിലാകാൻ. ഒരു സഹോദരൻ മരണപ്പെട്ട ഉപ്പ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാനും ഭർത്താവിന് ദുആ ചെയ്യാനും 500 രൂപ. ഒരു സഹോദരൻ മരണപ്പെട്ട വല്യപ്പാക്കും വല്യമ്മാക്കും അമ്മോശനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരി മരിച്ച ഉപ്പ ഉമ്മയുടെ പേര് ദുആ ചെയ്യാൻ 200 രൂപ. പ്രത്യേകം ദുആ ചെയ്യാൻ ഈങ്ങച്ചാലിൽ ഹംസ 1001 രൂപ. ഒരു സഹോദരൻ ഉപ്പ ഉമ്മയുടെ പേര് ദുആ ചെയ്യാൻ 1001 രൂപ. ഒരു സഹോദരൻ മരണപ്പെട്ട ഉപ്പ ഉമ്മയുടെ പേര് ദുആ ചെയ്യാൻ 100 രൂപ. പച്ചാലത്തൊടി ഹംസ എന്ന് പറയുന്ന സഹോദരൻ 500 രൂപ. 3 ദിവസം ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടുത്തെ അതിഥികൾക്ക് ഭക്ഷണം കൊടുത്ത നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ അനീഫ സാഹിബ്, അതുപോലെ അക്ബർ സാഹിബ്, അതുപോലെ പിന്നെ പുറത്ത് ഹാജി കുടുംബം അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ചായയും പിന്നെ പലഹാരം തന്നവർക്ക് വേണ്ടിയിട്ടും ഒരു സ്വർണ്ണാഭരണം ഒരു കുട്ടി അവിടെ കൊടുത്താച്ചിന് ഉസ്താദ് പറഞ്ഞിരുന്നു. അത് മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഹലാല മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇന്നലെ കഴിഞ്ഞാൽ ഒന്നുമായി സംഭാവന സമ്പാദിച്ച് നമ്മൾ വായിച്ചത് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അതുപോലെ ഒരു ബോട്ടിൽ തേനുണ്ട്, ഇതങ്ങോട്ട് ഒരു ബോട്ടിൽ തേനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല തേനാണ്, 16 ഔൺസാണ് ഒരു ബോട്ടിൽ തേൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. തങ്ങൾ 313 രൂപ 313 1000 എന്ന് പറയലോ. 1000 പറയല. സഹോദരികളാരെല്ലാം പറയും 1000 പറഞ്ഞ സഹോദരിമാരെല്ലാം പറഞ്ഞു 1001. 501 രൂപ. അൽഹംദുലില്ലാഹ്. ഞാൻ വിചാരിച്ചു അൽഹംദുലില്ലാഹ് കൊണ്ടുവരുന്ന സാധനത്തിൽ ഈ പാവം തങ്ങൾക്ക് കൊടുക്കേണ്ടി വിചാരിച്ചു. 501 രൂപ. 501 രൂപ. അൽഹംദുലില്ലാഹ്. 501. ഇനി ഒരു 1400 പറയാ. 1400 പറയാം. ഞാൻ പുറത്തേക്ക് കൊണ്ടു 1 2 501 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 വട്ടം റബ്ബ് സ്വീകരിക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. തങ്ങളെ പിന്നെ പിന്നെ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഇതില്ലേ 24 ആളായിട്ട് ഒരാളും കൂടി ഒന്ന് സഹകരിച്ചാൽ മോനെ ഒന്നുകൂടി ഓടി പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മോനെ എവിടെ നമ്മുടെ നാസർ ഒരാളെ കുറവായിട്ട് അപ്പം കണ്ടത്ത് നമ്മളങ്ങനെ മോശമല്ലേ? 30 ആള് പറഞ്ഞ 24 6 ആള് കുറവാണ്.
ഒരാറാള് സഹോദരികളെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇരിക്കും, അല്ലെങ്കിൽ രണ്ടാള് കൂടി ഏറ്റുള്ളൂ. അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഞാൻ 250 തരാം. അത് പറഞ്ഞ 250 ഇഞ്ചു കുഴിച്ചാൽ ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കുക. അങ്ങനെ ചങ്ങല പൂർത്തിയാവാൻ വേണ്ടി ഒരാറാളെ കൂടി ഒന്നുകൂടെ തേക്കാൻ നോക്കുക. പിന്നെ അത് ഒരാറാളൊന്ന് നോക്കിട്ടോ. ഒരാളെ കുറവുണ്ട്. നിങ്ങളൊന്ന് പോയോക്കി ആ പെണ്ണുങ്ങളെ ഭാഗത്ത് കൂടെ ആരൊന്ന് പോയോക്കാണ്. കിട്ടിയതെന്താ വിളിച്ചോളി, അടി വെച്ചോളൂ. പിന്നെ ഇവിടെ അൽഹംദുലില്ലാഹ് ഒരു സ്വർണത്തിന്റെ ആഭരണം ഇത് കണ്ടപ്പോൾ ഇതെല്ലാത്തൊരു കൗതുകം തോന്നി. അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സ് 3 4 5 വയസ്സ് വരെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അൽഹംദുലില്ലാഹ് ആഭരണം. തൂക്കറിയില്ല, നല്ല ചേരുണ്ട്. എന്തായിരുന്നാലും അത്യാവശ്യം കാലമുണ്ട്. 2 ഗ്രാം എന്തായാലും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് പറയണം അൽഹംദുലില്ലാഹ്. അപ്പൊ ഗ്രാമിന്റെ വില നമുക്കറിയാം 4000 രൂപ ഇവിടെ അടുത്ത് ഉണ്ട്. അത് അപ്പൊ പണിക്കൂലിയൊക്കെ പാടെ കൂട്ടാണെങ്കിലേ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക എന്തെന്നാലും ആളുണ്ടെങ്കിൽ ഇത് ചെറിയ കുട്ടികൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളി. ലേലം അൽഹംദുലില്ലാഹ് കൊണ്ടുപോയിക്കോളി. ഞാന് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ സദസ്സിൽ നിന്ന് ഞാനൊരു സംഭാവന പറഞ്ഞാൽ സ്വർണ്ണ മുക്കല്ല ആ കാര്യം പറഞ്ഞുതരാം. ഒരു 10,000 രൂപ വില ആയിട്ടുള്ളൂ. 2 ഗ്രാമിന്റെ മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഒരു 10,000 രൂപ അത് ഏറ്റെടുത്ത് നമ്മുടെ വീട്ടിലെ പിഞ്ചോനപ്പൈതന്റെ കാതിൽ കൊണ്ടുപോയി അണയാൻ പറ്റിയ ഉമ്മ വാപ്പി ഇവിടെ ഉണ്ടോ? കാശ് ഇന്നില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു മാസത്തെ അവധി നേരം പക്ഷെ കൊടുക്കണം. ആ അവധി പേരോട് ചോദിക്കാതെ ഞാൻ പറഞ്ഞാട്ടോ. ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഇത് ഏറ്റെടുക്കാൻ പറ്റും ഈ സദസ്സിലുണ്ട്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല രസമായി. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ താല്പര്യമുള്ളവരാണ്? ഒരു 10,000 തന്റെ കുട്ടിക്ക് വേണ്ടി വേറെ കുട്ടിക്ക് വേണ്ടി അതിന് കാതിൽ കൊടുക്കാൻ വേണ്ടി പുതിയ സാധനമാണ്. ആരെങ്കിലും ഉണ്ടോ? ഒരു 10,000 രൂപ തന്നിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സമയം കളിയില്ല. 2-3 വട്ടം കൂടി ചോദിക്കും. അല്ലെങ്കിൽ അവർ വിറ്റിട്ട് കാശാക്കിക്കോട്ടെ. കാരണം വിറ്റാലും കിട്ടും. പക്ഷെ ഒരു കൗതുകം തോന്നി, അതുകൊണ്ടേ ചോദിച്ചാണ്. ചെറിയ പെൺകുട്ടികളുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഗർഭിണികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് വിളിച്ചു വെച്ചോളി. വിളിച്ചു വെച്ചാൽ പിന്നെ നീയത്തങ്ങനെ വരും. ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ മാറ്റി വെക്കാം. ശരി, 6 തയ്യലോ? 6 തയ്യലില്ല, 10,000 കിട്ടില്ല. എങ്ങനെ ശരിയാക്കാം? അത് മുതലവിടെ തന്നെ ഇല്ല, കൊണ്ടുകൊടുത്താൽ റെഡിക്കാ സ്റ്റെപ്പിളൊക്കെ നമ്മളെ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ടേ കിട്ടും. പിന്നെ അനിഫ 6 കുറവ് എന്തായാലും ആരില്ലേ, വന്നിട്ടില്ലേ? ഇല്ലെന്നൊരു കാര്യം ചെയ്യും സഹോദരി, ഒരു കാര്യം ചെയ്യും. ഇല്ലെങ്കിൽ ഉള്ളൊരു കഴിവിന്റെ പരമായ സാഹചര്യത്തിനോട് ഹനീഫും അതുപോലെ തന്നെ അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടി ഒന്നാമത് ഇവിടെ എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് വീട്ടിലേക്ക് ഉസ്താദും അതുപോലെ ഹനീഫി അക്ബർബായി നമ്മുടെ അലിബായി ഒക്കെ വന്ന് അൽഹംദുലില്ലാഹ് അവര് എന്നോടൊന്നും പറഞ്ഞു ഉസ്താദെ സാഹചര്യങ്ങൾ അതിനനുസരിച്ചൊക്കെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, ഒക്കെ സഹകരിച്ചോളും, വർഷങ്ങളായി തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല, ഉസ്താദിന് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ എന്നോട് സമാധാനപ്പെടുകയുണ്ട്. അപ്പൊ 6 കുറവ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇതിപ്പോ നമ്മളിവിടെ പറഞ്ഞ് പരസ്യമായത്. അപ്പൊ അതുകൊണ്ട് നിഷാദ് 6 ഇന്ന് ഏറ്റെടുക്കാൻ കഴിവില്ലാത്തുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് മദർസയിലേക്ക് വരുമ്പോ ഉസ്താദിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഖത്തീബ് ഉസ്താദിനോടോ അല്ലെങ്കിൽ നമ്മുടെ അരിക്കാക്കാടോ അല്ലെങ്കിൽ അക്ബറിനോടോ അല്ലെങ്കിൽ ഹനീഫാടോ ഇതിന് ബന്ധപ്പെട്ട ഭാരവാഹികളുണ്ടല്ലോ അവരോടൊക്കെ അൽഹംദുലില്ലാഹ് നിങ്ങൾ പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കണം. ഒരു വർഷത്തേക്ക് ഒരു 30 ആൾക്കാണ് അവർക്ക് 30 ആൾക്ക് അൽഹംദുലില്ലാഹ് നിങ്ങൾ അംഗത്വം അതിൽ ഉൾപ്പെടണം. നിങ്ങൾ അതാണ് എന്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ, പെണ്ണുങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, ആണുങ്ങൾ മാത്രം എഴുന്നേറ്റില്ല. അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഞാൻ ചൊല്ലിത്തരുന്ന സലാത്തിന്റെ ഇരിക്കാൻ ബിസ്മില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ
سيدنا محمد اللهم صل على سيدنا محمد والآل أهل البيت سلم لأهل البيت اللهم سلم صل على سيدنا محمد اللهم صل على سيدنا محمد والآل أهل البيت سلم والآل أهل البيت سلم صل على سيدنا محمد اللهم صل على سيدنا محمد والآل أهل البيت سلم والآل أهل البيت سلم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلة ذكري يا رسول الله اللهم بحق يا الله 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 يا رب يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفور يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا غافل يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا دليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا موسى يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا ماجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا لاخر يا باطن يا والي يا مطالي يا بر يا تواب يا منذر يا فو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقسط يا جامي يا غني يا مولي يا مالي يا بار يا نافي يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل على سيدنا محمد الفاتح لما وغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره الذي റഹ്മാനായ അല്ലാഹ് ലോകീകരിച്ചതായ അല്ലാഹ് പഠിച്ചവനെ ഞങ്ങൾ ചൊല്ലിയതായിരിക്കുന്ന പരിശുദ്ധമായ സലാമുകളും അസ്മാഉൽ സുലൈം സലാത്തും നീ സ്വീകരിക്കണേ റഹ്മാനേ സാധുക്കളായ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനേ തട്ടിക്കടേണ്ടതും പുരാനെ അല്ലാഹുവേ നിന്റെ ഹബീബായ ഞങ്ങളുടെ ചെങ്കലച്ചോരയായ കണ്ണുണ്ണിയായ പുത്രരുടെ റൗദായിലേക്ക് സമയത്ത് എത്തിക്കണം റഹ്മാനേ അല്ലാഹ് അവിടുത്തെ സ്വഹാബിൽ മുദ്രീകളടക്കമുള്ള എല്ലാ ശുഹദാക്കന്മാരെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ സ്വഹാബത്തെ കിറാമിനെ ഹദറത്തിലേക്ക് ലോകത്ത് എല്ലാ അമ്പിയാക്കന്മാരുടെ ഉലിയാക്കന്മാരുടെ മശായിഖന്മാരുടെ ഉസ്താദുമാരെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ പഠിച്ചവരെ സ്വാലിഹുൽ ഹദറത്തിലേക്ക് സ്വാലിഹത്തായ വ്യക്തികളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ അല്ലാഹ് അവരുടെ ദർജ ഉയർത്തണം അല്ലാഹ് ഞങ്ങളുടെ വിഷമം കണ്ടൊരു കറിയുമല്ലോ ആ വിഷമങ്ങളെല്ലാം ദൂരീകരിച്ചു തരണേ അല്ലാഹ് അതുപോലെ പഠിച്ചവരെ ഞങ്ങളുടെ മരിച്ചു മൺമറഞ്ഞു പോയവരുണ്ട് ഈ പരിശുദ്ധമായ മഹലിലും ഇതര മഹലിലും ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അന്വേഷണം കൊള്ളുന്നവരുണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉറ്റുവരും ഉടയവരും പ്രത്യേകിച്ച് സംഭാവന കണ്ടുകൊണ്ട് മരണപ്പെട്ട വാപ്പാന്റെ പേരിൽ ഉമ്മാന്റെ പേരിൽ വല്യപ്പ വല്യമ്മാരുടെ പേരിൽ അമ്മോശന്റെ പേരിൽ അമ്മായിമ്മയുടെ പേരിൽ പടച്ചോനെ അമ്മാവിന്റെ പേരിൽ അമ്മായിയുടെ പേരിൽ സഹോദരങ്ങളുടെ സഹോദരിമാരും മക്കളുടെ പേരൊക്കെടാകൾ അല്ലാഹുവേ കൂട്ടുകുടുംബാദികളുടെ പേരിൽ ദുആ ചെയ്യാൻ സംഭാവന തന്നവരുണ്ട് നാഥാ അതിന്റെ സവാബിനെ ആർക്ക് വേണ്ടിയാണോ നൽകിയവർ അവരുടെ കബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ അവരെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ് ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർക്ക് നിനക്ക് ഇഷ്ടപ്പെടാത്ത നല്ല തെറ്റുകളും ചെയ്തിട്ട് അവർക്ക് കബറിൽ ശിക്ഷ അനുഭവിക്കുന്നു ഔസാനബിന്റെ കാലത്ത് ഈസാനബിന്റെ കാലത്ത് കബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നീ കാണാൻ ഈസാ നബി അലൈഹി സലാം കാരണമായി പടച്ചറബേ ഭയങ്കരമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാ കുറച്ചു സമയം കഴിഞ്ഞത് വഴി മഹാനവർ തിരിച്ചു വരുമ്പോ അത് നല്ല സന്തോഷത്തിലാണ് ആ കബറാളി അല്ലാഹുവോട് ചോദിച്ചു റബ്ബേ ഈ കബറാളിയെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നീ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോ ആ കബറാളി സുഖത്തിൽ നിന്ന് കമാനം തുറന്നു കൊടുത്ത് അല്ലാഹു സുഖത്തിലാക്കിയിരിക്കുന്നു അതിന് കാരണം എന്താ
എന്ന് പറഞ്ഞപ്പോ മഹാനായ ഈസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഈസാ ഭൂമിന്റെ പുറത്ത് വെച്ചിട്ട് ആ ബിക്രിയുടെ മകൻ ആ ബിക്രിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു ഈസാ, എന്റെ പരിശുദ്ധമായ നാമം ബസ്മലന്റെ വിസ്മി ചൊല്ലുന്നുണ്ട് ഈസാ. അങ്ങനത്തെ ബിക്രിയുടെ വാപ്പയെ ഖബറിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ റബ്ബേ, പടച്ചവരെ ഞങ്ങളതാ ഞങ്ങളുടെ വാപ്പാക്ക് വേണ്ടിക്കൊണ്ട് കൂട്ടുകുടുംബത്തിന് വേണ്ടിക്കൊണ്ട് ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നിന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലി അല്ലാഹ് സലാം പറഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. ആരെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഒരു ബിസ്മിയുടെ പേരിൽ ആ ശിക്ഷയെ ദൂരീകരിച്ചു കൊടുക്കും റബ്ബേ. ഞങ്ങളുടെ ഉറ്റവരെയും മുറിയവരെയും ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണം അല്ലാഹ്. സുഖലോക സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളിലും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കണേ അല്ലാഹ്. ഭിന്നിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ പലവരും നരകത്തിലോ മറ്റുള്ളൊരു സ്വർഗത്തിലും ആകേണ്ട ഗതി നീ വരുത്താതെ ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റണേ അല്ലാഹ്. സ്വർഗം ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾ മഴസ്വാമികളല്ല റബ്ബേ. ഞങ്ങൾ മലായികത്തുകളല്ലല്ലോ. വൃത്തികെട്ട ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി ശപിക്കപ്പെട്ട വിഷാദിന്റെ കുടുംബത്തിൽ പെട്ടുപോയി ഒരുപാട് കുറ്റങ്ങളും അപാകതകളും സംഭവിക്കുന്നവരാ. പഠിച്ചവരെ ഞങ്ങൾക്ക് പുറത്തു തരണേ. അത്തരം തെറ്റ് ചെയ്ത കബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ശിരസ് മുതൽ കാൽപാദം വരെ രോഗങ്ങളാണ്. തലവേദനയാണ്, കണ്ണിന്റെ രോഗമാണ്, കണ്ണിന്റെ കാഴ്ചയില്ല. കാഴ്ച കെട്ടുവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. കാതിന്റെ കേൾവി ശക്തി കെട്ടുവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ടോൺസിലൈറ്റിസിന്റെ രോഗം, തൈറോയിഡിന്റെ രോഗികളുണ്ട്. മുതുകുവേദന കൊണ്ട് നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നില്ല. വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പകർവാദം, പിള്ളവാദം, മാമവാദം, രക്തവാദങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഉദര സംബന്ധമായ രോഗികളെ കൂട്ടത്തിലുണ്ട്. വീട്ടിൽ കിടക്കുന്നവരുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട്. ഹാർട്ട് അറ്റാക്കിന്റെ രോഗികൾ, വാൽവിന്റെ ദൂരമുള്ളവരുണ്ട്. പടച്ചോനെ മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. വ്യക്തിസംബന്ധമായ രോഗം, ഡയാലിസിസ് നടത്തുന്നവരുണ്ടല്ലോ. പടച്ചവരെ നിസ്കരിക്കാൻ കഴിയാതെ കാൽമുട്ട് വേദന കൊണ്ട്, നടുവേദന കൊണ്ട്, മുതുകുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്. എന്താണ് രോഗമെന്നറിയാതെ വളരെ വിഷമിക്കുന്നവരാണ് ഞങ്ങളല്ലോ. ബ്ലഡുകൾ പരിശോധിക്കുന്ന രോഗം കാണുന്നില്ല. ലക്ഷങ്ങളെടുക്കുമ്പോ എമ്മാരെടുക്കുമ്പോ രോഗങ്ങൾ കാണുന്നില്ല. അല്ലാ, പ്രയാസം നിലകുന്ന റബ്ബിയ ഷാഫിയായ കാഫിയായ മാഫിയായ നാഥ, ഞങ്ങൾക്കുള്ള രോഗങ്ങൾക്ക് ശിവനകരേ റബ്ബേ, ശിവനകരേ റബ്ബേ. അപ്പം എന്ന മഹല് അല്ലാഹുവേ നീ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന റബ്ബേ. അതിന്റെ ചുറ്റാൻ പഠിക്കുന്ന ഭാരവാഹികൾ അല്ലാഹുവേ നേതൃത്വം നൽകുന്ന ഉസ്താദുമാര്, പള്ളിയിൽ മദ്രസയിലെ ഉസ്താദുമാര്, ആഫിയത്തുള്ള ആരോഗ്യം അവർക്കെല്ലാം നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ കമ്മിറ്റി ഭാരവാഹികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘം ആഫിയത്തുള്ള ആരോഗ്യം കൊടുക്ക റബ്ബേ. ആ സംഘത്തിന് ഓരോ അംഗത്തിനും ബർക്കത്ത് നൽകണം അല്ലാഹ്, ബർക്കത്ത് നൽകണം അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ അനുയോജ്യമായ ജോലി കൊടുക്കണേ. കടബാധ്യതയുള്ളവർക്ക് തീർക്കുവാൻ ഉപാധി തുറന്നു കൊടുക്കണേ. കടവുമായി അവരെയും ഞങ്ങളെയും നീ മരിപ്പിക്കല്ലോ അല്ലാഹ്. ഈ മഹലിലെ പാവപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് സഹായിക്കുമ്പോ യഥാർത്ഥ അവകാശിയിലേക്ക് അതിന്റെ വിഹിതം എത്തിക്കുവാനുള്ള തോഫീക്കും ഇവർക്ക് നൽകണേ റബ്ബേ. അല്ലാഹ്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ലോകത്തിൽ നീ ശിവ നൽകണേ റബ്ബേ. ലേലം പിടിക്കാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടോ സ്വർണ്ണാഭരണം കൊണ്ട് സഹായിച്ചവരുണ്ട്. അവർ നീ സഹായിക്കുന്നതോടുകൂടെ അല്ലാഹ് അറിയിക്കുന്ന പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ഒരു വർഷത്തിന് വേണ്ടിക്കൂടെ അല്ലാഹ് ഒരു 500 മാസം വെച്ചുകൊണ്ട് 6000 ഒരു കൊല്ലത്തിന് കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോ അല്ലാഹ് 10-24 പേരുകൾ അതിന് പങ്കാളികളായി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ചൊരേ തുച്ഛമായ സദസ്സിൽ നിന്ന് അതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ. ആ വീട്ടിൽ നിഅമത്തും റഹ്മത്തും ബർക്കത്തും കൊടുക്കണേ. അവരെ വിഷമിപ്പിക്കരുതേ. അവർ ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാലം തോന്നും അവർ ബിസിനസ്സിൽ തൊഴിലൊക്കെ അഭിവൃദ്ധി കൊടുക്കണേ റബ്ബേ. അവർ മക്കളെയും ഞങ്ങളുടെ മക്കളെയും പേരക്കിടാങ്കിലെയോ പിടിച്ചു പറയില്ലെന്ന്, കൊള്ളയിൽ നിന്ന് കൊള്ളിവെപ്പില്ലെന്ന്, തട്ടിക്കൊണ്ടുപോകില്ലെന്ന് എല്ലാം നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹ്, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, പഠിച്ചവനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. ഇന്നിവിടെ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ ചായയും പലഹാരം വിതരണം ചെയ്തവരുണ്ട്. അത്
അവര് സഹായിച്ചവരുണ്ട്. എല്ലാവരെയും സഹായിക്കണേ റഹ്മാനെ. പഠിച്ചവനെ വാർദ്ധക്യം പ്രശ്നമാവാതെ ഈ ഇൽമിന്റെ രീതിയിലേക്ക് വന്നവരുണ്ട്. ആയിരാരോഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാ സന്താനമില്ലാത്തവർക്ക് മറിയബീവിന്റെ ബർക്കത്ത് കൊണ്ട് സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണം അല്ലാ. കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികൾ അവരിഷ്ടപ്പെടുന്ന വരണം സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് നാഫിയായി പിടിയുവാൻ ഭൗതികമായ വിദ്യാഭ്യാസത്തിനുള്ള തൗഫീഖ് അവർക്ക് കൊടുക്കുന്നതോടുകൂടെ ബുദ്ധിവികാസനം നൽകണേ റബ്ബേ. സർവ്വ പരീക്ഷയും ഇന്റർവ്യൂവിലും പാസ്സാകുവാൻ തൗഫീഖ് ഞങ്ങളുടെ മക്കളെ പേരൊക്കെ താങ്കൾക്ക് നൽകണേ റബ്ബേ. ഉന്നതിയിലേക്ക് മഹാനിനെ ഉയർത്തണേ റബ്ബേ. അതിനുവേണ്ടി സഹായിക്കുന്നവരെ സഹായിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായിരിക്കുന്ന ഈ സമാപനം 10,000 രൂപ അതാരാണ് ഏറ്റെടുക്കാമെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് കുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന മാന്യദേഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹ് ഇത് തന്ന കുടുംബമാരാണെങ്കിലും ഇവർക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഹദ്റത്തിലേക്ക് ചില സ്വഭാവം എത്തിക്കണേ റബ്ബേ. ആ തന്ന കുടുംബത്തിൽ പടച്ചോനെ സ്ത്രീകളുണ്ടല്ലോ, അവർ മരണപ്പെട്ടുകൊണ്ട് ചെല്ലുമ്പോ ഫാത്തിമ ബീവിയോടുകൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഇത് തന്നതായിരിക്കും കുടുംബത്തിൽപ്പെട്ട സഹോദരികൾക്കും സഹോദരികൾക്കും തൗഫീഖ് നൽകുന്നതോടുകൂടെ എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി എന്ന സുഹൃത്ത് വീട്ടിലേക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോ ആ വീട്ടിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇത് ധരിക്കുന്ന കുട്ടിയെ ആ കുടുംബത്തെ വിശുദ്ധരാക്കണേ അല്ലാഹ്. സർവാഫത്തിന് കാക്കണേ, അപകടം പിടിച്ച രോഗത്തിന് കാക്കണേ റബ്ബേ. അവർ നിനക്ക് നീ അഭിവൃദ്ധി നൽകണം റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم ارحم لأمة محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. صلاة الله سلام الله على المكي رسول الله. صلاة الله سلام الله على المدني حبيب الله. صلاة الله سلام الله على المكي رسول الله. صلاة الله سلام الله على المدني حبيب الله. صلاة الله سلام الله على المكي رسول الله. صلاة الله سلام الله على المدني حبيب الله. ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. ഈ ഉള്ളവനും ഒരു രോഗമായിട്ടാണ്, കാരണം നടുവേദന കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. നിന്ന് പ്രസംഗിക്കുന്ന കാലത്താലാണ് വന്നത്. ഒരു ഓപ്പറേഷൻ 10 കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ്. വീണ്ടും അത് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നപ്പോ ഒഴിവാക്കാൻ കഴിയില്ല. അടുത്താണ് വീട്ടിൽ നിന്ന് വന്ന് പരിപാടി അവതരിപ്പിക്കാനെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അൽഹംദുലില്ലാഹ് യാതൊരു പ്രയാസമില്ലാതെ നടത്തി. നല്ല വേദന കണ്ടു.